95 രൂപ നൈറ്റി കണ്ടോ. വർദ്ധമാൻ, ശൈലജ, രാഹുൽ, വദംശ്രീ ഇതെല്ലാം ബ്രാൻഡ് ഐറ്റമാണ് നൈറ്റികൾ. ഇത് ഫുൾ കോട്ടന്റെ അജ്രക്കിന്റെ അങ്ങനത്തെ ഒക്കെ റണ്ണിങ് മെറ്റീരിയൽസ് ആണ്. ഇത് സാധാരണക്കാരന് പറ്റുന്ന തോതിലുള്ള വിലയേ ഉള്ളൂ. ഒരു വില പറയത്തില്ല, പക്ഷേ ഇത് ഇവിടുത്തെ പ്രൈസ് 200 താഴെ ഉള്ളൂ. സിംഗിൾ കുർത്തിട്ടോ വിനാക്കില് കണ്ടോ. ഇത് ഫുൾ സ്ലീവ് 102 രൂപ തൊട്ടാണ്. പക്ഷേ ഇപ്പം നമ്മുടെ 94 രൂപ തൊട്ട് നൈറ്റി ഉണ്ട്. ഈ ഒരു സെക്ഷനിൽ മൊത്തം മെറ്റീരിയൽസ്, ചുടിദാർ മെറ്റീരിയൽസ്, അതിൽ പല സാരി ബോൺ ബേബീസിന് തൊട്ടിട്ടുള്ള ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടോ. കൃഷ്ണേട്ടോ മാറുന്നത് ഇത് 390 രൂപയുള്ളൂ. 390 രൂപ. DCMന്റെ ഒക്കെ ഏറ്റവും പുതിയ പ്രിന്റുകളാണ് ഇത്. ഇത് നമ്മുടെ ശൈലജയെക്കാട്ടി കൂടിയ തുണിയാണ്. ഇത് ഫുൾ കോട്ടൺ ആണ്, 100% കോട്ടൺ ആണ്. ഇവിടെ മാഡം ഈ അടുത്ത സമയത്ത് ഏറ്റവും കൂടുതൽ കാണാനുള്ളത് 46, 50 വരെ നമ്മുടെ കയ്യിലുണ്ട്. അതെ, ഭവാനി ടെക്സ്റ്റൈൽസ് എറണാകുളം. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളത്ത് പോസ്റ്റ് ഓഫീസ് ലിങ്ക് റോഡിലാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് കടകളുടെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരും ആവശ്യപ്രകാരം വീണ്ടും ഈ ഒരു കടയിലേക്ക് വന്നത്. ഏതാ കട എന്നറിയോ? ഭവാനി ടെക്സ്റ്റൈൽസ്. ഇതൊരു 3-4 ഫ്ലോർ ആയിട്ടുള്ള വലിയ ബിഗ് ബിൽഡിംഗ് ആണ്. പിന്നെ അതുതന്നെയല്ല, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തേക്കാളും കുറച്ചുകൂടി മാറ്റം വന്നിട്ടുണ്ട്. ക്വാളിറ്റിക്കായാലും അതിൻ്റെ ഫ്ലോറിൻ്റെ ഇൻറ്റീരിയർ വർക്കായാലും എല്ലാം കൊണ്ട് കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇനി എക്സാക്റ്റ് ഇവിടേക്ക് വരാനുള്ള ലൊക്കേഷൻ പറയുമ്പോൾ നമുക്ക് മേനക വഴിക്ക് വരാണെങ്കിൽ ഈ സൈഡിൽ കൂടെയാണ് വരുന്നത്. മേനക ബസ് സ്റ്റോപ്പ് അവിടെയാണ് കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ആ വഴിക്ക് വരാം. ഈ വഴിനെ പറയുന്നത് പോസ്റ്റ് ഓഫീസ് ലിങ്ക് റോഡ്. അപ്പോൾ ഭവാനി ടെക്സ്റ്റൈൽസ് പോവാം. ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ ചെറിയൊരു സ്പേസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഡിസ്പ്ലേയിൽ നല്ല അടിപൊളി കുട്ടികളുടെ പ്രോഡക്ട്സ് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല അതും ഒരേ ഡിസൈൻ ഒരേ പാറ്റേണിൽ ഇത്ര അധികം കളക്ഷൻസ് നമുക്ക് 50-100 പീസ് എത്ര വേണമെങ്കിലും ചോദിച്ചാലും കിട്ടും. പിന്നെ അത് കൂടാണ്ട് വലിയവർക്കുള്ളതും ഉണ്ട് കേട്ടോ. ലേഡീസിൻ്റെ എല്ലാ ഐറ്റംസ്, ലേഡീസ് മാത്രമല്ല, ലേഡീസിനൊക്കെ ഇപ്പോൾ ഇത് ലേറ്റസ്റ്റ് കളക്ഷൻസ് ആണ് കേട്ടോ. ഇപ്പോൾ ട്രെൻഡി ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കോട്ട് സെറ്റ്, അതുപോലെ തന്നെ കോട്ടൻ്റെ കുർത്തീസ്. ഇത് തന്നെയല്ല, ഇവിടെ A to Z എല്ലാം ഐറ്റംസ് കിട്ടും. കുട്ടികളുടെ മാത്രമല്ല, വലിയവരുടെ അല്ല, ജെൻസിൻ്റെയും അങ്ങനെ ബോൺ ബേബി തൊട്ട് നമുക്ക് വയസ്സായ എത്ര ആൾക്കാർക്ക് വേണമെങ്കിലും കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറാം. അകത്ത് കാണുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ചെറിയൊരു സ്പേസ് ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷേ ചെറിയൊരു സ്പേസ് അല്ല, 4 ഫ്ലോർ ആയിട്ടുള്ള ഒരു ബിഗ് ബിൽഡിംഗ് ആണ്. അപ്പോൾ ഈ ബിൽഡിങ് അതുപോലെ ഭവാനിയിലത്തെ ഓണറിനെ നമുക്ക് കണ്ടേ കുമ്പിട്ട് ഒളിച്ചിരിക്കുകയാണോ? എന്നെ കാണിക്കേണ്ടെന്ന് എനിക്ക് നാണാന്ന്. എന്തെങ്കിലും ഒന്ന് പറ നമ്മുടെ കസ്റ്റമറിന്. വേണ്ടാന്ന്. അപ്പോൾ ഓക്കെ, നമുക്ക് ഇങ്ങോട്ട് വരാം. അപ്പോൾ ഈ ഒരു സ്പേസ് തന്നെയല്ല, നമുക്ക് ഈ പ്രാവശ്യം എന്താണ് ഇവർ പുതിയതായിട്ട് നമുക്ക് കാണിക്കാനുള്ളതെന്ന് ചോദിച്ചാൽ. കൃഷ്ണേട്ടോ എന്താ? നമസ്കാരം. അതാ മൈക്കൊന്ന് സെറ്റ് ചെയ്യട്ടെ. അപ്പോൾ അടിപൊളിയായിട്ടുണ്ടല്ലോ, എന്ന് ചുള്ളനായിട്ടുണ്ടല്ലോ. അതെ. അപ്പൊ എന്തോ കുറെ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതെ, കസ്റ്റമേഴ്സിന്റെ അഭ്യർത്ഥന പ്രകാരവും നമ്മുടെ മനസ്സിൽ തോന്നിയ ഒരു ആശയവും നമ്മളത് നടപ്പിലാക്കി വന്ന് അത് വൺ വിജയത്തിലേക്ക് പോകുന്നു. കുറെ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഇവിടെ മൊത്തം കുട്ടികളുടെ കളക്ഷൻസ് ആയിരുന്നു. ഇപ്പൊ ഇതിനൊക്കെ നമ്മൾ ഒരുപാട് മാറ്റം വരുത്താൻ കാരണം സെക്ഷൻ ഓരോന്നും ഈ വരുന്ന കസ്റ്റമേഴ്സിനെ കൂടുതൽ കഷ്ടപ്പെടുത്താതെ അവരുടെ സമയം നഷ്ടപ്പെടുത്താതെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് മാറ്റത്തിനെ കാണിക്കാം. ഇവിടെ നമ്മളെ ബെഡ്ഷീറ്റ് മാത്രമാക്കി ഈ ഒരു സൈഡ് മൊത്തം ബെഡ്ഷീറ്റുകളല്ലേ. അതേപോലെ അതും അതിന്റെ സാമ്പിൾ പീസ് മാത്രമേ ഇവിടെ വെച്ചിട്ടുള്ളൂ. ഇതിന്റെ ബാക്കിയെല്ലാം ഗോഡൗണിലാണ് പറഞ്ഞ പോലെ തന്നെ. പിന്നെ അണ്ടർസ്കർട്ട് ഇതിന്റെയൊക്കെ സാമ്പിൾ കളറുകളെ ഇവിടെ വെച്ചിട്ടുള്ളൂ. ഓക്കെ, ഇതൊക്കെ കാണിക്കുന്നത് മൊത്തം സാമ്പിൾ മാത്രമാണ്. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ടത് ഏതാ കളർ സൈസ് പറയുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്ക് ഗോഡൗണിൽ പോയിട്ട് എടുത്ത് തരുന്നതായിരിക്കും. ഇത് കൂടാണ്ട് നമുക്ക് ഈ ഒരു എൻട്രൻസിൽ അന്നും നമ്മൾ നൈറ്റിയാണ്, ഇപ്പോഴും നൈറ്റിയാണ്. കാര്യം നൈറ്റി എന്ന് പറഞ്ഞാൽ എപ്പോഴും ആൾക്കാർ കയറി ഇറങ്ങി വരുന്ന അവർക്ക് അപ്പോൾ ഓരോ ഫ്ലോറിലും പോകാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നൈറ്റി ഇവിടെ തന്നെ സെറ്റ് ചെയ്യുന്നു. ഓക്കെ, പിന്നെ ഇത് ആസ് യൂഷ്വൽ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന പോലെ തന്നെ നൈറ്റി ബിഡ്സ്, അതുപോലെ തന്നെ കേരള ഐറ്റംസ് ആണ് മൊത്തം ഇരിക്കുന്നത്. പിന്നെ മുകളിലത്തെ 2-3 ഫ്ലോറാണ് മൊത്തം ചേഞ്ച് ആക്കി. ഫസ്റ്റ് ഫ്ലോറിൽ ഞാൻ മാഡത്തിന് പറഞ്ഞ് മനസ്സിലാക്കി തരാം. അത് മാഡത്തിന് കാണുമ്പോൾ മനസ്സിലാവും. അത് കസ്റ്റമേഴ്സിന് അന്നും തന്നെ അത് മാഡം തന്നെ അത് ഇതാക്കി കൊടുത്തു. മാഡമല്ല, നിങ്ങൾ തന്നെ നേരിട്ട് പറഞ്ഞു, എല്ലാവരും കാണുന്നുണ്ട്. അതുപോലെ അന്ന് തന്നെ പറഞ്ഞില്ലേ മാഡം, ഇത് ഒരുപാട് വ്യത്യാസം വരും. നൈറ്റി ക്ലോത്ത് തന്നെ നമ്മളിപ്പോൾ പല വെറൈറ്റികളാക്കി. പല ആൾക്കാരുടെ അഭ്യർത്ഥന പ്രകാരം ഇത് കോട്ടൺ, ഇത് പ്ലെയിൻ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പ്ലെയിൻ ആക്കി. പിന്നെ അജ്രക് പ്രിന്റ്, ഇപ്പൊ ഏറ്റവും കൂടുതൽ വന്ന അജ്രക് പ്രിന്റ് ആണ്. അജ്രക് പ്രിന്റിന്റെ ഏറ്റവും കൂടുതൽ നൈറ്റ് ക്ലോത്തിലായി. പിന്നെ റയോൺ ഞാൻ അന്നേ പറഞ്ഞില്ലേ മാഡം, ഇത് നമ്മുടെ റെഗുലർ ഐറ്റമാണ്. അത് നമ്മൾ ഒരു കാരണവശാലും അത് ക്യാൻസൽ ചെയ്യാൻ പോകുന്നത്. കാര്യം ഇത് ഭയങ്കര മൂവിങ് ആണ്. ഈ ക്ലോത്തിന്റെ ഗുണമെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നൈറ്റിയെക്കാട്ടി കൂടുതൽ ടോപ്പ് അടിക്കാനാണ് പോകുന്നത്. 170 രൂപ ഉള്ളൂ റേറ്റ്. പക്ഷേ പറയുന്നത് പറഞ്ഞാൽ ചില കസ്റ്റമറിന് പക്ഷേ റേറ്റ് അറിഞ്ഞിരിക്കണം മാർക്കറ്റിൽ. നൈറ്റി പിച്ചിനാണ് 170 എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ 3 മീറ്ററിന്റെ 3 മീറ്റർ. അതുപോലെ ഹൈ ക്വാളിറ്റി, അതും ഡബിൾ ബാട്ടിക്ക്.
ബാട്ടിക് പ്രിന്റ് ഇതിനകത്ത് തന്നെ ഡബിൾ ബാട്ടിക്ക് സിംഗിൾ ബാട്ടിക്കും ഉണ്ട്. അത് എപ്പോഴും കസ്റ്റമേഴ്സിന് അറിയില്ല. പക്ഷെ നമ്മളത് ഇവിടെ വരുന്ന കസ്റ്റമറിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. സിംഗിളും ഉണ്ട് ഡബിളും ഉണ്ട്. ആ 3 മീറ്ററിന്റെ വില ചില കസ്റ്റമർ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ചില കസ്റ്റമർ പറഞ്ഞത് വില അറിഞ്ഞിരിക്കണം മാർക്കറ്റിലെ. അതിന് വേണ്ടി നമ്മൾ പറയുന്നത് കസ്റ്റമേഴ്സിന് വേണ്ടി. വില എന്ന് പറഞ്ഞാൽ അവർ കൊണ്ടുപോയിട്ട് വിൽക്കുന്ന വില അവർക്ക് അറിയാം. അവർ മാന്യമായിട്ട് വിൽക്കുമല്ലോ, ആ കട മുമ്പോട്ടും പോകും. അതെ. അപ്പൊ ഈ നൈറ്റി റെഡിമെയ്ഡ് ഉണ്ട്. ഇപ്പൊ നമ്മൾ കണ്ടത് നൈറ്റി ബിറ്റ്സ് ആണ്. ഞാൻ പറഞ്ഞില്ലേ മാഡം, അന്ന് കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് നമ്മൾ പറഞ്ഞത് 102 രൂപ തൊട്ടാണ്. പക്ഷെ ഇപ്പം നമ്മുടെ 94 രൂപ തൊട്ട് നൈറ്റി ഉണ്ട്. പക്ഷെ എപ്പോഴും ഞാൻ പറഞ്ഞത് നമ്മൾ ഏറ്റവും കുറഞ്ഞ റേറ്റാണ് ഈ പറയുന്നത്. ചില ആൾക്കാർ വീഡിയോ ഇറങ്ങി കഴിഞ്ഞിട്ട് നമ്മളോട് ചോദിച്ചു അത് നിങ്ങളുടെ 102 രൂപയുടെ നൈറ്റി ഒന്ന് ഫോട്ടോ ഇടാം. ഞാൻ അന്നേരം ഇപ്പോഴും പറയുന്നു ആ 102 രൂപയുടെ ഏറ്റവും കുറഞ്ഞ ഐറ്റം നമ്മൾ പറയും. അത് ഏത് ഷോപ്പിൽ നമ്മൾ പറഞ്ഞാലും അവർ സ്റ്റാർട്ടിംഗ് പ്രൈസാണ് ഫോണിൽ കോളിൽ ചോദിക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ കറക്റ്റ് ആ സ്റ്റാർട്ടിംഗ് പ്രൈസ് മാത്രമേ പറയൂ. പക്ഷെ ബ്രാൻഡ് ഐറ്റം ഇല്ലേ മാഡം, ഇപ്പോഴും ഇത് മൊത്തം ഫുള്ള് ബ്രാൻഡ് ഐറ്റം ആണ്. ഇത് ഫുള്ള് വർദ്ധമാൻ, ശൈലജ, രാഹുൽ, വദംശ്രീ ഇതെല്ലാം ബ്രാൻഡ് ഐറ്റം ആണ് നൈറ്റികൾ. അതെ. പിന്നെ ഞാൻ കുറഞ്ഞത് കാണിക്കാം. അത് നമ്മൾ ഏതെങ്കിലും കടയിൽ റിഡക്ഷൻ സെയില് ഇങ്ങനെയുള്ളത് വരുമ്പോൾ അവർക്ക് അടിച്ചു കൊടുക്കും. കണ്ടോ, ഇതാണ് ഈ പറഞ്ഞത് 95 രൂപ നൈറ്റി. കണ്ടോ, 95 രൂപയ്ക്ക് അടിപൊളി കോട്ടന്റെ ആണല്ലോ. പക്ഷെ അത് ഞാൻ പറയുന്നു അടിപൊളി ആവത്തില്ല മാഡം. അതുകൊണ്ട് 95 വെച്ച് ഏറ്റവും കുറഞ്ഞ അത് തന്നെ നമ്മുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ്. ഇതിനകത്ത് പോളിസ്റ്റർ ചേരുവയുണ്ട്. 100% കോട്ടൺ. നോർമലി ഇപ്പൊ 100-150 രൂപ കൊടുത്തിട്ട് നമുക്ക് ലൈക്ര ബനിയൻ സ്റ്റഫിനേക്കാളും ഭേദമാണല്ലോ ഈ 94 രൂപയ്ക്ക് ഇത്രയും കോട്ടനും പോളിസ്റ്റർ മിക്സ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ കേട്ടോ ഈ കാണുന്നത്. നമ്മൾ കസ്റ്റമറിനോട് പ്രസ് ചെയ്ത് നിങ്ങൾ ഇതിനകത്ത് കൂടുതൽ ഇത് കൊടുക്കരുത്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ വിശ്വസിച്ച് ചിലപ്പോൾ കസ്റ്റമർ എടുത്തിട്ട് പോകും. പക്ഷെ ചിലപ്പോൾ ചൂടെടുക്കും. ശകലം ചൂടെടുക്കാനും ചാൻസ് ഉണ്ട്. അതിനേക്കാൾ നല്ല എന്താ പറയാ പ്യുവർ കോട്ടണില് അതുപോലെ ചൂട് എടുക്കാത്ത മെറ്റീരിയൽസ് ഒക്കെ ആണെങ്കിൽ നമ്മളെ കൊണ്ട് കറക്റ്റ് ഇതൊക്കെ. കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പുതിയ പ്രിന്റുകളാണ്. അതിന്റെ പ്രിന്റ് അല്ലാതെ വർദ്ധമാൻ, ശൈലജ ഇതൊക്കെ നമുക്ക് ഇത് കാരണം ഇതെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഗുണമെന്ന് പറഞ്ഞാൽ ഇത് കറക്റ്റ് പ്രിന്റാണ്. വാഷ് ചെയ്താൽ ഒരു കാരണവശാലും പോകില്ല. കാരണം ഉള്ളിലും ആ ഒരു പ്രിന്റ് സെയിം നിൽക്കുന്നത് കൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം വരാൻ ചാൻസ് ഇല്ല കേട്ടോ. കണ്ടോ, ഈ പ്രിന്റ് ഒക്കെ ഉള്ളിലുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് വാഷ് ചെയ്യാം. കളർ ഇളകില്ല, പ്രിന്റ് പോവില്ല. കണ്ടോ, ഇത് ഫുൾ സ്ലീവ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഫുൾ പ്രിന്റുകളാണ്. ഇപ്പം പിന്നെ നമ്മൾ ഒരു പുതിയ മാർക്കറ്റിൽ ഞാൻ കമ്പനിയുടെ പേര് പറഞ്ഞില്ല, അത് ചിലപ്പോൾ അവർക്കും കൂടെ വേദന ഉണ്ടാക്കും. അതിൻ്റെ പേരിൽ നമ്മൾ ഇന്ന ബ്രാൻഡുകൾ പേര് പറയുന്നില്ല, അത് അറിയാൻ സാധിക്കും. ഇത് നമ്മുടെ എല്ലാം ഇപ്പോഴത്തെ പുതിയ ഒരു മോഡലാണ്. ലേസ് വെച്ചടിച്ചത്, ലേസും ആ ഒരു ഫ്ലവറിന്റെ ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരുപാട് കളേഴ്സും നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ കപ്താൻ പിന്നെ ഈ വർദ്ധമാൻ ശൈലജ നമ്മുടെ ചേച്ചിയിലെ അപ്പൊ വർദ്ധമാൻ ശൈലജ ഇതിന്റെ മൊത്തം ഇത് ഫുള്ള് വർദ്ധമാൻ ശൈലജ ഇത് മൊത്തം ഇതാണ്. പിന്നെ ഏത് തുണി നമ്മൾ പറഞ്ഞില്ലേ, ഏത് തുണി നോക്കിയാലും ആ തുണിയിലെ കറക്റ്റ് ലേബിൾ കാണും. ഏത് കമ്പനിയുടെ ആയാലും വർദ്ധമാനാണെങ്കിൽ വർദ്ധമാനിന്റെ കാണും, ശൈലജയാണെങ്കിൽ ശൈലജ കാണും, രാഹുലാണെങ്കിൽ രാഹുൽ കാണും. ഏത് തുണിയിലും പ്രിന്റ് ഉണ്ട്. അത് ഉള്ളിലേക്ക് പോയി, ആ പ്രിന്റ് ഉള്ളിലേക്ക് പോയി. ശരിക്കും ഉള്ളി അതാ അടി ഉള്ളിലേക്ക് ഇതെല്ലാം ഫുൾ പ്രിന്റ് ഉണ്ട്. ഇതാണ് കപ്താൻ മോഡൽ അല്ലേ? കപ്താൻ മോഡൽ. ഈ കപ്താൻ മോഡൽ എന്ന് പറഞ്ഞാൽ ഇതിന് മനസ്സിലായില്ലേ മാഡം? കറക്റ്റ് ഷേപ്പ് ഇപ്പോഴത്തെ സമയത്ത് ഇത് ആവശ്യമാണ്. ഇപ്പോഴത്തെ ആവശ്യം നല്ലതാണ്. പിന്നെ കുറച്ചുകൂടി കംഫർട്ടബിൾ ആണ്. അപ്പൊ നൈറ്റികൾ സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് 94 റുപ്പീസ്. അത് സ്റ്റാർട്ടിംഗ് റേറ്റ് ആണ്. അത് ബ്രാൻഡ് നൈറ്റില് ബ്രാൻഡഡ് ഐറ്റംസ് ഉണ്ട്. വർദ്ധമാൻ, ശൈലജ, രാഹുല, പദംശ്രീ ഒരുപാട് ഐറ്റം ഉണ്ട്. കുമാര റെഡിമെയ്ഡ് കുർത്തി അല്ല റെഡിമെയ്ഡ് നൈറ്റീസ്. അപ്പൊ ഇനി നമുക്ക് ഇവിടെ കുറെ ഉണ്ട് കേട്ടോ കാണിക്കാനായിട്ട്. പക്ഷേ വിഷു കഴിഞ്ഞു, ഇനി അടുത്ത ഓണം വരുന്നു. ഓണത്തിന് തയ്യാറെടുപ്പ് നമ്മൾ ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു. സെറ്റ് സാരി ക്ഷേത്രങ്ങളെ, അമ്പലങ്ങളെ, ഇങ്ങനെയുള്ള ഫംഗ്ഷനുകളെ അവർക്ക് ഒരു കളറി അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ. അന്ന് നമ്മളെല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി. പക്ഷേ ഒന്നും കൂടെ നമ്മൾ വിപുലീകരിച്ചു. ഈ സെറ്റ് സാരിയിൽ ഒരെണ്ണത്തിന് 100 എണ്ണം വേണം, അല്ലെങ്കിൽ 50 എണ്ണം വേണം. അതുണ്ട്. ഇപ്പം പിന്നെ ഏറ്റവും കൂടുതൽ സെറ്റ് സാരിയെക്കാട്ടി കൂടുതൽ ഈ ഒരു യൂണിഫോം പോയി പോകുന്ന സെറ്റ് മുണ്ടാണ്. അത് നമുക്ക് നല്ല പോലെ മൂവ് ചെയ്യുന്നുണ്ട്. ആ സൈഡിലാണ് സെറ്റ് മുണ്ട്. ഒരു കരയിലെ 50 എണ്ണം വേണം, 20 എണ്ണം വേണം, 25 വേണം. അത് തന്നെയല്ല മാഡം, നമ്മൾ ചെയ്തേക്കുന്ന ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് ഇത് ഇത്ര ഒരു പീസിൽ ഒരു കളർ ഇത്ര എടുക്കണമെന്നില്ല. കടക്കാർക്ക് അതിൽ നിന്ന് എല്ലാം ഓരോരോ പീസ് വേണമെങ്കിൽ എടുക്കാം. അവരുടെ കടയിൽ വിൽക്കാൻ റീറ്റെയിൽ വിൽക്കാനായിട്ട് എങ്ങനെ ഇല്ല. നമുക്ക് അങ്ങനെ 12 പീസ് എന്ന് പറയുന്നത് റീറ്റെയിൽ, അത് നമ്മളെ പറയുന്നുണ്ട് ഇപ്പോഴും. ഹോൾസെയിൽ ആണെങ്കിൽ എട്ടെടുക്കണമെന്നില്ല. ഞാൻ പറഞ്ഞുതരാം മാഡം, ഒരു ഉദാഹരണം പറഞ്ഞുതരാം.
അല്ല ഹോൾസെയിൽ ആകുമ്പോൾ അല്ല ഇത് പറഞ്ഞുതരാം. ഇപ്പൊ ഇതൊരു കെട്ടാണ് 5 എണ്ണത്തിന്റെ, ഇത് 5 കളറാണ്. പക്ഷെ വരുന്ന കസ്റ്റമേഴ്സിനെ ഇതിൽ നിന്ന് ഓരോന്നും എടുക്കാം. ഇത് മൊത്തം എടുക്കണമെന്നില്ല. ഈ കെട്ടിന് അതായത് ചിലവുള്ളതാണ്. 2-3 രൂപ ഈ കെട്ടിന് മാത്രം വരും. പക്ഷെ കെട്ടായിട്ടാണ് പോകുന്നത്. പക്ഷെ നമ്മൾ അവിടെയും കസ്റ്റമറിന് പറയുന്നത് നിങ്ങൾ ഇഷ്ടപ്പെട്ട് എടുത്തു. കാരണം നമുക്ക് കടയുള്ള, നമ്മൾ നേരത്തെ പറയുന്നുണ്ട് കൃഷ്ണ ഭഗവതി എല്ലാം നമ്മുടെ കടയാണ്. ഇപ്പൊ ഇതിനിപ്പോ 1-2 പീസ് എടുത്താലും ബാക്കി ബാലൻസ് വരാണെങ്കിൽ ഭവാനി എന്ന് പറയുന്നത് ഹോൾസെയിൽ ആണ്. അത് ഹോൾസെയിൽ കൂടാണ്ട് ഇവർക്ക് റീറ്റെയിൽ ഷോപ്പും ഉണ്ട്. റീറ്റെയിൽ എന്ന് പറയുന്നത് ഭഗവതി കൃഷ്ണ, തൃപ്പൂണിത്തുറ കൃഷ്ണ, ബ്രോഡ്വേ കൃഷ്ണ. അപ്പോൾ ഈ റീറ്റെയിലേക്ക് അപ്പോൾ ബാക്കിയുള്ള ബാലൻസ് പീസ് അങ്ങോട്ട് പോകുമ്പോൾ സെയിം ആവും. നമുക്ക് ഹോൾസെയിൽ റേറ്റിനേക്കാളും കുറച്ചുകൂടി ഒരു 10-20 രൂപ കൂട്ടിയിട്ട് നമുക്ക് റീറ്റെയിൽ ആയിട്ട് ഒരു പീസായിട്ട് മേടിക്കാൻ പറ്റും. കടക്കാരില്ലാത്തവരാണെങ്കിൽ, ഉള്ളവർക്കാണെങ്കിൽ ഇവിടെ നിന്ന് മേടിക്കാം കിട്ടും. അത് കാര്യം ഇത്രയും പൊട്ടിച്ച് വെക്കാന്ന് പറഞ്ഞാൽ അവർക്ക് കറക്റ്റ് ഇത് സെലക്ഷൻ കിട്ടും. ഇപ്പം ഇതാകുമ്പോൾ ഒരു ഡിസൈനിൽ 5 കളറാണെന്നേ ഉള്ളൂ. അതെ. പക്ഷേ ഇത് 2 എണ്ണം ഇത് കൊടുക്കുമെങ്കിൽ അവർക്ക് ഒരുപാട് ഡിസൈനുകൾ, അവർക്ക് ഒരുപാട് വെറൈറ്റികൾ എടുക്കാം. ഇപ്പം ഇത് തന്നെ കണ്ടില്ല, DCM-ൻ്റെ ഒക്കെ ഏറ്റവും പുതിയ പ്രിന്റുകളാണിത്. ഇത് നമ്മുടെ ശൈലജയെക്കാട്ടിയ കൂടിയ തുണിയാണ്. ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിരിക്കും. പിന്നെ പാറ്റേണുകൾ എല്ലാതും മാറി വരും. ഇതിന്റെ XL വരും, XXL വരും, മൊത്തം വരും. സൈസസ് എത്ര സൈസ് വരെ അവൈലബിൾ? നമ്മുടെ ഇപ്പോൾ അവൈലബിൾ സ്റ്റിച്ചിങ് XXL വരെ. ഓക്കെ. അപ്പോൾ ഈ ഒരു ഫ്ലോറിലത്തെ നമ്മുടെ ഏകദേശം നമ്മൾ നിർത്താണ്. കാരണം എന്ന് വെച്ചാൽ ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ കുറച്ചുകൂടി ഡെവലപ്പ് ആക്കിയിട്ടുണ്ട്. അതാണ് നമ്മൾ കാണാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ഒന്ന് പോയാലോ? ഫസ്റ്റ് ഫ്ലോർ അല്ലേ? അത് തന്നെ ഫസ്റ്റ് ഫ്ലോർ. കഴിഞ്ഞ പ്രാവശ്യം ഇത് ഒരു ടോപ്പിന്റെ ഒക്കെ ആള് തന്നെ. ഈ പ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അത് ഇപ്പൊ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വരുന്ന കസ്റ്റമേഴ്സിനെ ഫുള്ള് ബുദ്ധിമുട്ടിപ്പിക്കാതെ, അവരെ എല്ലാ ഫ്ലോറിലും നടത്തി ബുദ്ധിമുട്ടിപ്പിക്കാതെ വരുന്ന പുതിയ ഐറ്റങ്ങളെ ഇവിടെ സെറ്റ് ചെയ്തിട്ട് ഇതിൽ നിന്ന് സാമ്പിൾ പീസാണ് ഇതല്ലേ, ഇതിൻ്റെ എല്ലാം ഇതെടുത്ത് കാണിക്കുക. അവരിഷ്ടപ്പെടുന്നത് നമ്മൾ അതൊന്നും ബുക്കിൽ എഴുതുക. അത് കളക്ട് ചെയ്തിട്ട് അവർ ഗോഡൗണിൽ നിന്ന് നമ്മുടെ സ്റ്റാഫുകൾ മൊത്തം എടുത്ത് കറക്റ്റ് അവരെ ബുദ്ധിമുട്ടിക്കുക, അവരെ കാണിച്ചിട്ട് കറക്റ്റ് അത് താഴെ ആക്കി സെറ്റ് ചെയ്ത് ഇടുവാണ്. അങ്ങനെ സിസ്റ്റം ഉണ്ടാക്കാൻ കാരണം ഞാൻ പറഞ്ഞില്ലേ മാഡത്തിനോട്, കേരളത്തെ എല്ലായിടവും ഇതില്ല ഈ സിസ്റ്റം ചെയ്തേക്കുന്നത്. പുതിയതായിട്ട് വരുന്ന കസ്റ്റമേഴ്സിന് ഇവിടെ ഈ ഫ്ലോറിൽ കയറുമ്പോൾ അവർക്ക് റീറ്റെയിൽ പ്രതിച്ഛായ വരും. പക്ഷെ അതിന് ഇല്ലായ്മ ചെയ്യാനാണ് നമ്മൾ ഈ വീഡിയോ തന്നെ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. മാഡത്തിനോട് അങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്, സഹായം നമുക്ക് വേണം. കാര്യം വരുന്ന കസ്റ്റമേഴ്സ് പുതിയതായിട്ട് നമ്മൾ ഇതുവരെ നമ്മൾ സഹകരിച്ച കസ്റ്റമേഴ്സിന് കുറേ അറിയാം. അവർ ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം എന്ത് ചെയ്യും, അങ്ങനെയല്ലോ. പക്ഷെ നമ്മൾ ചെയ്തേക്കുന്നത് പറഞ്ഞാൽ ആധുനിക രീതിയിൽ പുതിയ ഒരു ഇതാണ് നമ്മൾ ചെയ്തേക്കുന്നത്. വരുന്ന കസ്റ്റമേഴ്സ് എല്ലാവരും ഇറങ്ങി ചുമ്മാ അവർ സമയം കളയും, നമ്മുടെ സമയം പോകും, അവർ പോകരുത്. മറ്റേത് നേരത്തെ പറഞ്ഞാൽ നമുക്ക് ഫുൾ സ്റ്റോക്കും ഇവിടെ തന്നെയായിരുന്നു, നടക്കണമായിരുന്നു. ഇപ്പൊ നമ്മുടെ ഈ ഏറ്റവും ഗുണം ചെയ്യുന്നത് ഏറ്റവും പുതിയ മോഡലുകൾ തന്നെ ഇവിടെ വരും. അപ്പോൾ അവർക്ക് വേറെ എങ്ങും പോകണ്ട, ആ പുതിയ മോഡൽ അവരായിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുകയും ചെയ്യാം. അപ്പോൾ അത് അവർ കളക്ട് ചെയ്ത് അവർക്ക് ഇഷ്ടപ്പെടുന്ന ഐറ്റം എടുത്തിട്ട് അന്ന് തന്നെ അവർക്ക് പെട്ടെന്ന്. ചുരുക്കി പറയുകയാണെങ്കിൽ ഇത് മൊത്തം കാണുന്നത് സാമ്പിൾസ് ആണ്. അപ്പോൾ ഈ കാണുന്ന ഫുൾ ഇത്രയധികം കളക്ഷൻസ് സാമ്പിൾസ്. അത് മാഡം ഞാൻ പറയാം, അതിപ്പോൾ ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും തേർഡ് ഫ്ലോറും പോകുമ്പോൾ തന്നെ കസ്റ്റമേഴ്സിന് മനസ്സിലാവുമ്പോൾ ഐഡിയ കിട്ടും. അപ്പോൾ ഇവിടെ എന്താ നമ്മളിത് ബോംബെ, കൽക്കട്ട, സൂറത്ത്, അഹമ്മദാബാദ് ഇങ്ങനെയുള്ള ടോപ്പുകളെ 3 പീസ് 2 പീസ് ഇങ്ങനെയുള്ള ഐറ്റങ്ങളെയാണ്. ഇപ്പൊ തന്നെ 3 പീസ് നമ്മുടെ ഒരു 358 ഉണ്ടായിരുന്നല്ലോ. സ്റ്റാർട്ടിംഗ് റേറ്റ് 358 ആണോ? 3 പീസിന്റെ 3 പീസ് 3 പീസ് ആവുമ്പോ 358 സ്റ്റാർട്ടിംഗ് പ്രൈസ്. 2 പീസ് ആവുമ്പോ 260 ആണ് 2 പീസിന്റെ സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് കേട്ടോ. അപ്പൊ ഇത് ഹോൾസെയിൽ റേറ്റ് ആണ്. എപ്പോഴും മാഡം ഞാൻ ഇപ്പോഴും പറയുന്നു, അത് എപ്പോഴും നമ്മൾ പറയുന്നത് ഏറ്റവും കുറഞ്ഞതിന്റെ റേറ്റ് പറയും. സ്റ്റാർട്ടിംഗ് റേറ്റ് മാത്രമേ പറയൂ. ചില കസ്റ്റമേഴ്സിന് അത് ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അവർ കറക്റ്റ് ആ വീഡിയോ കാണുന്നില്ല. ആദ്യമേ അവർ നോക്കുമ്പോൾ ശകലം വീഡിയോ കാണും, പിന്നെ വിളിക്കും. പക്ഷേ ആ വീഡിയോ മൊത്തം ഫുള്ള് കണ്ടിട്ട് മാത്രമേ അവർക്കത് ഐഡിയ കിട്ടൂ. കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് നമ്മൾ പറയുന്നുണ്ട്, ഒരു കാരണവശാലും 3 പെണ്ണുങ്ങൾ വന്നാൽ 12 നൈറ്റ് നമ്മൾ കൊടുക്കില്ല. നമ്മൾ റീറ്റെയിൽ ഒരിക്കലും ചെയ്യത്തില്ല, ഹോൾസെയിൽ മാത്രം. പിന്നെ ജീവിക്കാൻ വേണ്ടിയിട്ട് 12 നൈറ്റ് വേണം അവർക്ക് വന്നാൽ നമ്മൾ കൊടുക്കുന്നുമുണ്ട്. ഇത് ചില ആൾക്കാർക്ക് തെറ്റിദ്ധാരണ വരുന്നുണ്ട്. ആ തെറ്റിദ്ധാരണകൾ ഒഴിവാക്കി തരണം. കാരണം പിന്നെ വിമർശനങ്ങൾ വരും, പക്ഷെ അത് നമ്മൾ 2 കൈ നീട്ട് സന്തോഷത്തോടെ ചിലപ്പോൾ അവർക്ക് അതിനെ പറ്റി കൂടുതൽ അറിവ് എല്ലാം എപ്പോഴും. പിന്നെ അവർക്ക് പക്ഷേ ഒരു കാര്യം ഞാൻ സത്യം പറയാം, ഇന്നൊക്കെ 6 മാസമായ വീഡിയോ ഇറങ്ങിയിട്ട് ആ 6 മാസത്തിനുള്ളിൽ കുറഞ്ഞതൊരു 2500-3000 കസ്റ്റമർ പോലും ഈ കട സന്ദർശിച്ച് കഴിഞ്ഞു. പക്ഷെ അവരിന്ന് സന്തോഷത്തോടെ പോയിട്ടുള്ളൂ.
പിന്നെ ചില പാകപ്പിഴകൾ ചിലപ്പോൾ നമ്മുടെ ഉണ്ടാവും. നമ്മൾ ഒരിക്കലും അത് പറയുന്നില്ല, നമ്മൾ മൊത്തം ശരിയാണ് നമ്മൾ ഒരിക്കലും പറയുന്നില്ല. ചില ഐറ്റം ചിലപ്പോൾ അവർ വരുമ്പോൾ അവർ ആ വീഡിയോ കണ്ടിട്ട് വരുന്ന ഐറ്റം ചിലപ്പോൾ ഇവിടെ കാണത്തില്ല. ഇപ്പം തന്നെ വീഡിയോയിൽ കാണിക്കുന്ന ആ ടോപ്പ് ചോദിച്ചു വരുന്നുണ്ട്, കാരണം 6 മാസം കഴിഞ്ഞത്. പക്ഷെ ആ ആലിയക്കട്ട് എന്ന് പറഞ്ഞ മോഡൽ ഇപ്പോൾ ഔട്ടായിക്കൊണ്ടിരിക്കുന്നു, മനസ്സിലായില്ല. അപ്പോൾ വീണ്ടും നമുക്ക് അത് എടുത്ത് വെക്കാവില്ല. അപ്പോൾ പുതിയ പുതിയ വെറൈറ്റികളും പുതിയ സെക്ഷനുകളും നമ്മുടെ വരുമ്പോൾ നമ്മൾ വന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ തന്നെ 3 പീസ് തന്നെ ഇപ്പോൾ 440 പുതിയ ഐറ്റം അത് ഇതുണ്ടല്ലേ, ഇത് 2 പീസ്. ഇതൊക്കെ നമ്മുടെ സ്റ്റിച്ചിങ് ആണ്, അല്ലാതെ ഈ വെളിയിൽ വരവല്ല. ഇത് ഫുൾ കോട്ടൺ ആണ്, 100% കോട്ടൺ ആണ്. പറഞ്ഞു കോട്ടൺ, ആ ഫുൾ 100% കോട്ടൺ ആണ്. ഇത് എങ്ങനെ സൈസ് വരുന്നത് ഷമി? ഇത് മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ അങ്ങനെ 4 സെറ്റ് എടുക്കണം. സെയിം പാറ്റേൺ ആയിരിക്കും കേട്ടോ ഇത് വരുന്നത്. അപ്പോൾ 2 പീസിൻ്റെ സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് 260 റുപ്പീസ്. പിന്നെ 3 പീസിൻ്റെ ഉണ്ട്, അതുപോലെ വെറൈറ്റികളുണ്ട്. ഇതൊക്കെ എന്ന് പറയുമ്പോൾ 3 പീസ് സെറ്റ് ആയിട്ടാണ് വരുന്നത്. ഇതിൻ്റെയൊക്കെ ഈ കാണിച്ചതിൻ്റെ എപ്പോഴും ഓർമ്മ വേണം. ഈ നാളെ ഇത് കാണിച്ചിട്ട് ആൾക്കാർക്ക് തെറ്റിദ്ധാരണ ഉണ്ടായിട്ട് നിങ്ങൾ ആ വീഡിയോ ഇത് കാണിച്ചിട്ട് 250 ഇത് ഈ റേറ്റ് എന്ന് പറയുന്നത് 480 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. കാര്യം ഇത് ഏറ്റവും ഹൈ ക്വാളിറ്റി തുണിയാണ്, കോട്ടൺ ആണ്. സ്റ്റാർട്ടിംഗ് റേറ്റ് ആണ് കേട്ടോ പറയണത്. ഇപ്പോൾ സ്റ്റാർട്ടിംഗ് റേറ്റും ഉണ്ട് ഇവിടെ, അത് കൂടാണ്ട് നമ്മൾ കയ്യിൽ കിട്ടുന്നത്. ഇപ്പോൾ ഇതെല്ലാം കാണിക്കാൻ പറ്റില്ലല്ലോ. ഇതെന്ന് പറഞ്ഞാൽ വില പറയുന്നത് നമുക്ക് വീണ്ടും വിചാരമുണ്ട്. പക്ഷേ ഈ ആൾക്കാർ കസ്റ്റമർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വില പറയുന്നത്. പക്ഷേ ഈ വില പറയാവുന്ന ആവുന്ന നമ്മൾ ഒഴിവാക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടോ, ഇതൊക്കെ തോതായി വിലയാണ്. നമ്മൾ വില പറയുന്നില്ല, ഇതൊക്കെ തോത് വിലയാണ്. ഡബിൾ എക്സൽ സൈസിൽ കണ്ടോ. അല്ല 3 പീസാണിത്. ഇതിൻ്റെയൊക്കെ ഒരുപാട് കളേഴ്സുകളും ഒരുപാട് വെറൈറ്റികളാണ് ഈ ഇരിക്കുന്നത് മൊത്തം, പല ഐറ്റങ്ങൾ. പിന്നെ പാർട്ടി വെയർ ഷോറൂം ഐറ്റം ഉണ്ട്, പിന്നെ ഗൗൺസ്, അതൊക്കെ ഇവിടെ തന്നെയാണ് ഇരിക്കുന്നത് അല്ലേ. അങ്ങനെ എല്ലാ ഐറ്റംസും നിങ്ങൾക്ക് കിട്ടും. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കളക്ഷൻ ഒക്കെ ഉണ്ട്, ഒക്കെ ഹോൾസെയിൽ റേറ്റിനാണ് കിട്ടുന്നത്. ഓണത്തിൻ്റെ ഇപ്പോഴേ നമ്മൾ പർച്ചേസിങ് ആയി കഴിഞ്ഞു. ഇപ്പം തന്നെ നമ്മുടെ ഒരു മൂത്ത മകളി വെളിയിലാണ് ഇപ്പോൾ എല്ലാ മാസക്കാരും. ഓണത്തിന് ഇപ്പോഴേ, കാരണം എല്ലാ വർഷവും നമുക്ക് വരുന്ന ലാസ്റ്റ് നമുക്ക് ഓണത്തിന് നമുക്ക് കസ്റ്റമേഴ്സിന്, കാരണം നമ്മുടെ കടയിലും സെയിലും നല്ല സെയിലാണ്, കസ്റ്റമേഴ്സ് സാധനം കൊടുക്കാതെ അത് ഷോർട്ട് ആവുന്നുണ്ട്. പക്ഷേ അത് ഓരോരോ അനുഭവങ്ങൾ നമുക്ക് വരുമ്പോൾ നമ്മളത് മേക്കപ്പ് ചെയ്തുകൊണ്ട് ഇപ്പോഴേ അതിൻ്റെ മൊത്തം മേക്കപ്പ് നമ്മൾ തുടങ്ങി. പട്ടുപാട തന്നെ ഇപ്പം തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തു തുടങ്ങി. ഇപ്പം തന്നെ സിംഗിൾ കുർത്തിയിലൊക്കെ സ്റ്റാർട്ടിംഗ് റേറ്റ് എത്ര വരുന്നത് ചേച്ചി? കുർത്തി മാത്രം ഞാൻ പറഞ്ഞില്ലേ മാഡം, നമ്മൾ പറഞ്ഞില്ലേ ഇപ്പോഴും നമ്മുടെ കയ്യിൽ 95 രൂപ തൊട്ടേ. പക്ഷേ 95 രൂപ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് പ്രൈസ് ആണ്, പറഞ്ഞാൽ മനസ്സിലായല്ലോ. കാരണം ഡെയിലി വെയർ പാവം പിടിച്ച പെണ്ണുങ്ങളെ, ഈ ജോലിക്ക് പോകുന്ന പിള്ളേരെ, തൊഴിലുറപ്പ് പെണ്ണുങ്ങളെ, അവർക്കൊക്കെ കുറഞ്ഞത് കിട്ടും ഇന്നുണ്ട്. പക്ഷേ 120 നമ്മുടെ കയ്യിൽ ഒരുപാട് നല്ല ഐറ്റം ഉണ്ട്. 95 രൂപയാണ് നമ്മുടെ ഈ സ്റ്റാർട്ടിംഗ് പ്രൈസ്. ഇതൊക്കെ എടുത്തൊന്ന് കാണിക്കൂ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഷോറൂം അടിപൊളിയാക്കിയപ്പോൾ നല്ലൊരു ഫീലിംഗ്, നമുക്ക് ഇരുന്ന് സൗകര്യമായിട്ട് കാണാം. ഞാൻ മായാപ്രപഞ്ചമൊന്നും ഇന്ന് പറയാൻ പോകുന്നില്ല, അത് വീട് പഴകിപ്പോയി. ഇനി ഞാൻ മാഡത്തിന് ഇതിൻ്റെ എല്ലാം ഗോഡൗൺ കൊണ്ട് കാണിക്കാം. ഇത് ടൂണിക് സ്റ്റൈലിലുള്ള ഒരു ടോപ്പ് കേട്ടോ, ബോംബെ ഐറ്റം, ബോംബെ ഐറ്റം ടൂണിക് സ്റ്റൈലിൽ. ഇതും 4 പീസിന്റെ സെറ്റ് അങ്ങനെ അല്ലല്ല, ഇത് 4 കളർ, ഒരു ഡിസൈൻ 4 കളർ അടിപൊളിയായിട്ടാണുള്ളത്. ഇതൊക്കെ വെസ്റ്റേണിൽ ഒരു സിംഗിൾ പീസ് ബോംബെ ആയിട്ടാണ് കേട്ടോ, നല്ല ഫാൻസി ബോംബെ ആയിട്ടാണ് ഈ കാണുന്ന മൊത്തം. ജസ്റ്റ് ഇങ്ങനെ കളക്ഷൻസ് കാണിച്ച് പോവാട്ടോ. ബാക്കി ഡീറ്റെയിൽ എന്ന് പറയുന്നത് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. വന്നു കഴിഞ്ഞാൽ ഇരുന്ന് സൗകര്യമായിട്ട് കാണാനുള്ള ഒരു സൗകര്യങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പുസ്തകത്തിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഇത് സെയിം പീസ് തന്നെ മോളിൽ നിന്ന് എടുത്ത് തരും. ഇപ്പം അവർക്ക് സൈസ് വേറെ വേണം, കളർ വേറെ വേണം എന്ന് പറഞ്ഞാൽ അന്നും തന്നെ നമ്മൾ അതിൻ്റെ കളർ ഇട്ട് കാണിക്കാം. അപ്പം ഇതിൻ്റെ വേറെ ഡിസൈൻ വേണം, നോർമൽ ഉണ്ട്, നമ്മൾ അന്ന് തന്നെ കാണിക്കും. ഓക്കെ, ഇതൊക്കെ ട്രെൻഡി ആണല്ലോ. ഇതൊരെണ്ണം എടുത്ത് വീനക്ക് ട്രെൻഡി കളക്ഷൻസ് ആണ് കണ്ടോ. സിംഗിൾ ഒരു കുർത്തി മാത്രമല്ല ഇത്, സിംഗിൾ കുർത്തി കേട്ടോ വീനക്കിൽ. പിന്നെ പേലിൻ്റെ ഡീറ്റെയിൽ ഒക്കെ വന്നിട്ടുണ്ട്, അടിപൊളി കേട്ടോ. നെക്കിൻ്റെ വർക്കൊക്കെ ഉണ്ട്, കുറച്ച് ഡിഫറെൻ്റ് ആണ്. ക്വാളിറ്റി ഒക്കെ നല്ലത്, അടിപൊളിയാണ്. കാരണം ഇത് ബോംബെ ഐറ്റമാണ്. മാഡം നമ്മൾ വേറെ കാര്യം ചെയ്യുന്നുണ്ട്. ഇപ്പം നമുക്ക് തന്നെ എന്തെങ്കിലും ഒരു പാളിച്ച ഉണ്ടെങ്കിൽ അത് തിരുത്തി കൊടുക്കുന്നുണ്ട് നമ്മൾ. കാരണം നമ്മൾ ഒരിക്കലും ഒരു സാധനം കുറഞ്ഞ എടുത്തിട്ട് അവർ കസ്റ്റമർ നമ്മളോട് ചോദിക്കും ഇത് നല്ലതാണോ കളർ. പക്ഷേ ഞങ്ങളുടെ സ്വഭാവത്തിന് ഞങ്ങൾക്ക് എല്ലാ ക്ലാസ്സിലും മേളി പറയുന്നുണ്ട്, നിങ്ങളൊരു 110 ടോപ്പ് കൊടുത്തിട്ട് 120 ടോപ്പ് കൊടുത്തിട്ട് നല്ലതാണെന്ന് പറഞ്ഞ് കൊടുക്കണ്ട. അത് ചിലപ്പോൾ കളർ പോകാൻ ചാൻസ് ഉണ്ട്, ചിലപ്പോൾ ഇച്ചിരി. പക്ഷേ ആ വില നമ്മൾ പറയുന്നുള്ളൂ. പക്ഷേ അത് കസ്റ്റമർ അംഗീകരിക്കുന്നുണ്ട്.
ഇപ്പം നമ്മൾ അങ്ങേയറ്റത്തെ റീറ്റെയിൽ കടക്കാരോട് നമ്മളത് പറയുന്നുണ്ട്, നിങ്ങൾ ഇത് കൊടുത്തിട്ട് ഇന്ന ഇത്ര രൂപയുടെ പറയുന്നില്ല, റേറ്റ് പറയുന്നില്ല, നിങ്ങളത് മാന്യമായിട്ട് ലാഭം എടുത്തിട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് സെയിൽ കൂടും. അവർക്ക് ഇച്ചിരി മോശമല്ലാത്ത പ്രശ്നം വരില്ല, അവർക്ക് അറിയാം ഈ റേറ്റേ ഉള്ളൂ. അല്ല നിങ്ങൾ എടുത്തിട്ട് അങ്ങേയറ്റത്ത് കൊടുത്തിട്ട് പിന്നെ കംപ്ലൈൻറ്റ് വന്നാൽ നമ്മൾ ഉത്തരവാദിയല്ല. നമ്മളിപ്പോഴും പക്ഷേ ആ ഒരു ഈ കസ്റ്റമേഴ്സ് മൊത്തം നമ്മൾ സ്നേഹിക്കുന്നുണ്ട്. ഇത് സെൽഫ് ഡിസൈൻ ആട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇതൊക്കെ ഡിജിറ്റൽ പ്രിന്റിൽ നല്ല നല്ല ലൈനിങ് അടക്കമാണ് വരുന്നത്. ഇതൊക്കെ വിത്ത് ലൈനിങ് അടക്കം. അപ്പോൾ ഇത് 4 പീസിൻ്റെ വരും. ഇത് ഫുൾ ബോംബെ ഐറ്റംസ് ആണ്. അഹമ്മദാബാദ് ഏറ്റവും കൂടുതൽ ബോംബെ. പിന്നെ നമ്മുടെ ഒരുപാട് സ്റ്റിച്ചിങ് ഉണ്ട്, നമ്മുടെ ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട്. നമ്മുടെ ഒരുപാട് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതെ നമുക്ക് 10-12 യൂണിറ്റ് ഉണ്ട്, നൈറ്റിയുടെയും ടോപ്പിൻ്റെയും ആയിട്ട്. അടിപൊളിയാട്ടോ ടോപ്പുകൾ. നമുക്ക് ജീൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ടീനേജുകാർക്കുള്ളത് എന്ന് വെച്ചാൽ ബോൺ ബേബി തൊട്ട് നമുക്ക് വയസ്സായ ആൾക്കാർക്ക് വരെയുള്ള എല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ ഏറ്റവും കൂടുതൽ ഐറ്റം എന്ന് പറയുന്നത് മാഡം ഇതാണ്ട് അജ്രക് പ്രിന്റുകൾ. ഈ അജ്രക് പ്രിന്റുകൾ മൊത്തം നോക്കുന്നതും യൂണിറ്റ് മൊത്തം നോക്കി നടത്തുന്നതും നമ്മുടെ മാഡമാണ്, നമ്മുടെ ചേട്ടൻ്റെ മിസ്സസാണ്. പുള്ളിക്കാരി ഇപ്പോൾ ആൾറെഡി എന്തോ കാര്യത്തിൽ ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ? ഇത് അല്ലേ? അതിന്റെയാണ് ഈ ഇരിക്കുന്ന സെലക്ഷൻ മൊത്തം, ഈ ഇരിക്കുന്ന മൊത്തം കേട്ടോ. ഈ ശ്രദ്ധ നല്ല പേരെടുത്തതാണ്. അതാണ് ആ ഇരിക്കുന്നത് ശ്രദ്ധ ജേക്കെ. ഇത് മൊത്തം കസ്റ്റമേഴ്സിന് അറിയാവുന്ന നമ്മുടെ റീറ്റെയിൽ കസ്റ്റമേഴ്സിന് നല്ല അറിയാവുന്നതാണ്. ഇതാണ് അജ്രക് പ്രിന്റ്. ഇതെല്ലാം നോക്കി ബിഗ് സൈസ് എന്ന് പറയുമ്പോൾ എത്ര സൈസ് തന്നെ? 46, 50 വരും നമ്മുടെ കയ്യിലുണ്ട്. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇതേ നമ്മുടെയാണ്, നമ്മുടെ ബ്രാൻഡാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ കടക്കാരുടെ അഭ്യർത്ഥന പ്രകാരം നമ്മൾ 50 വരെ അടിക്കുന്നത്. 46, 48, 50 കാര്യം അത് എപ്പോഴും കിട്ടത്തില്ല, ഗൗണമായിട്ട് അടിക്കുന്നത്. പിന്നെ ഹക്കോബല്ലേ അല്ലേ? ഇത് ഹക്കോബയാണ്. സ്മോൾ സൈസും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ സൈസസ് 56, 58. പിന്നെ നമ്മളോട് പറഞ്ഞ് നമ്മളിപ്പോൾ ഓർഡർ ഒരു കസ്റ്റമർ വന്നിട്ട് തുണി ഇവിടെ തന്നെ തുണി എടുത്തിടാനുള്ള സാധ്യത നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട തുണി എടുത്തിട്ട് ഞങ്ങൾ ഇന്ന സൈസ് അഴിച്ച് മെറ്റീരിയൽ മേളില്ല നമ്മൾ ആ സൈസിൽ അവർക്ക് ചെയ്തും കൊടുക്കുന്നുണ്ട്. ഇത് ഫുൾ അജ്രക്കില്ലേ? ഇത് മൊത്തം അജ്രക് കാരണം അജ്രക്ക് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കേരളത്തിൽ കൂടുതൽ ഡിമാൻഡുള്ള ഒരു സംഭവമാണ്. ഇതൊക്കെ കുർത്തീസ് അല്ലേ? അത് തന്നെ മാഡം. ഇത് അജ്രക് പ്രിന്റ് നെക്ക് കോളറേ. ഇത് സാധാരണക്കാരന് പറ്റുന്ന തോതിലുള്ള വിലയേ ഉള്ളൂ കേട്ടോ. സാധാരണ കടക്കാർക്ക് സാധാരണപ്പെട്ടവന് കൊടുക്കാവുന്ന വിലയിലേ ഉള്ളൂ. കാര്യം ഇതൊന്നും വരവല്ല, ഇതൊക്കെ നമ്മുടെ പ്രൊഡക്റ്റാണ്. അപ്പോൾ റേറ്റ് കുറവിന് നമുക്ക് കൊടുക്കാൻ പറ്റും, നമ്മുടെ ഓൺ ആയതുകൊണ്ട്. മീഡിയേറ്റർ ഇല്ല. ഞാൻ റേറ്റ് പറയുന്നില്ല, കാര്യം റേറ്റ് പറയാത്ത ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല, ചിലർക്ക് അത് ഓക്കെ അതിൻ്റെ വിലയുള്ളൂ. പക്ഷെ നമ്മൾ അതിൻ്റെ ഒരു കൂടുതൽ. പക്ഷെ ഇപ്പോഴും ഞാൻ പറയുന്നു ഇത് സാധാരണപ്പെട്ട ഒരു ബഡ്ജറ്റിൽ ഒതുങ്ങാൻ, സാധാരണപ്പെട്ട റീറ്റെയിൽ കടക്കാർക്ക്, ആ സാധാരണപ്പെട്ട ആൾക്കാർക്ക് അവരുടെ ബഡ്ജറ്റിൽ ഒതുങ്ങി കൊടുക്കാം. കാര്യം പുതിയ മോഡലുമാണ്, അജ്രക് പ്രിന്റ് നല്ല ഡിമാൻഡ് ഐറ്റമാണ്. ഇത് റിങ്കിളിൽ വരുന്നത് കേട്ടോ, കുർത്തീസ് മാത്രം. സൈസാണ്, പല സൈസാണ് കേട്ടോ. ബിഗ് സൈസിലും വരുന്നുണ്ട്, അതുപോലെ തന്നെ വരുന്നുണ്ട്, ചെറിയ സൈസ് തൊട്ട് വരുന്നുണ്ട്. പിന്നെ അതിന്റെയാണ് ഇതെല്ലാം. ഇതില്ലേ ഇപ്പൊ ചൂട് കാരണം ഇതിന് ഭയങ്കര ഡിമാൻഡാണ്. അജ്രക് പ്രിന്റ് കോട്ടൺ. ഇത് കുറച്ചൊരു നെക്കിൽ വർക്ക് ആയിട്ട്. ഇത് ഹാൻഡ് വർക്കാണ്, നമ്മളിതിനെ ചെയ്യിപ്പിക്കുന്നതാണ് ഈ ഹാൻഡ് വർക്ക്. അതെ. അപ്പൊ നെക്ക് അങ്ങനെ വർക്കുകൾ നമ്മൾ പെട്ടെന്ന് കുറച്ച് കാണിക്കും. കാരണം ഇപ്പൊ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെയാ വെച്ചാൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരുന്ന് സൗകര്യമായിട്ട് നമുക്ക് ഇരുന്ന് കാണാനുള്ളത്. നമുക്ക് ശരിക്കും റീറ്റെയിൽ ഷോറൂമിലേക്ക് പോകണ ആ ഫീല്. പക്ഷേ റീറ്റെയിൽ അല്ല, ഇത് ഹോൾസെയിൽ ആണ്. ഞാൻ ഇത്രയും പറയാൻ കാര്യം കേരളത്തിലെ എനിക്ക് തോന്നുന്നു 1-2 കടകൾ മാത്രമേ ഈ സിസ്റ്റം ചെയ്തിട്ടുള്ളൂ. ഇപ്പോഴും സാധാരണപ്പെട്ട പുതിയ വരുന്ന ആൾക്കാർക്ക് അതിനെപ്പറ്റി മനസ്സിലാവത്തു. പക്ഷെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കും. പിന്നെ വരുന്ന കസ്റ്റമേഴ്സിനെ ആദ്യമായിട്ട് നമ്മൾ ഗോഡൗണിട്ട് കാണിക്കും. കാര്യം അവർക്ക് അപ്പോൾ ഒരു ഐഡിയ കിട്ടും, ഐറ്റം അവിടെയാണ്, ഇവിടെയല്ല, ഇവിടെ സാമ്പിളേ ഉള്ളൂ എന്ന് അവർക്ക് മനസ്സിൽ തോന്നും. പുതുതായിട്ട് ടീം വന്നാൽ അവർ ഈ ഫ്ലോറിൽ വന്നിട്ട് കണ്ടിട്ട് അവരിറങ്ങിപ്പോവും. പക്ഷെ അവർക്ക് അറിയത്തില്ല എന്താണെന്ന്. അപ്പോൾ നമ്മൾ അത് കാണിക്കും. അത് എല്ലാ സ്റ്റാഫിനോടും നമ്മുടെ മകളിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, പുതുതായിട്ട് കസ്റ്റമർ വന്നാൽ നിങ്ങൾ ആ ഗോഡൗണ് കാണിച്ചിട്ട് മാത്രമേ ഇവിടെ കയറ്റാവൂ. അപ്പോൾ അവർക്കൊരു ഐഡിയ കിട്ടും. പിന്നെ വീണ്ടും പറയാണ്, ഇത് ഹോൾസെയിലാണ്. ഇവർക്ക് 2-3 കടയുണ്ട്, ഹോൾസെയിലും റീറ്റെയിലും ആയിട്ട്. അപ്പോൾ റീറ്റെയിൽ വേണമെന്ന് വെച്ചാൽ അപ്പുറത്താണ് കട വരുന്നത്, അത് ഭഗവതി. ഹോൾസെയിൽ വേണമെന്ന് വെച്ചാൽ ഭവാനി. ഇങ്ങോട്ടാണ് വരേണ്ടത് കേട്ടോ. അത് വീണ്ടും എടുത്ത് പറയണം. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടതിൽ കുറേ നെഗറ്റീവ് കമൻസും വന്നിട്ടുണ്ട്, അത് ഞാൻ വായിച്ചിട്ടുണ്ട്. അതിന് ചിലപ്പോൾ റിപ്ലൈയും കൊടുത്തിട്ടുണ്ടാവില്ല. പക്ഷേ ആ നെഗറ്റീവ് കമൻസ് വന്നത് ചിലർ കടയിൽ വന്നിട്ട് അവർക്ക് സാധനം കിട്ടാണ്ട് പോകുമ്പോൾ, ഇഷ്ടപ്പെട്ട സംഭവം നമുക്ക് കിട്ടാണ്ട് പോകുമ്പോൾ ഒരു ദേഷ്യം പറയുന്നുണ്ട്. ഞാൻ ചിലവരോട് പറയുന്നുണ്ട്, നിങ്ങളെ വീഡിയോ മൊത്തം കേൾക്കണം.
നമ്മൾ ഇതും പറഞ്ഞിട്ട് 3 പെണ്ണുങ്ങൾ വന്നാൽ 12 നൈറ്റി നമ്മൾ കൊടുക്കില്ല. അപ്പൊ ഇഷ്ടപ്പെട്ട സംഭവം കിട്ടാണ്ട് വരുമ്പോൾ ഒരു റിവെഞ്ച്, ആ റിവെഞ്ച് ആണ് അവർ കമന്റിൽ കൂടെ ചെയ്യുന്നത് കേട്ടോ. അല്ലാണ്ട് അപ്പൊ ആ കമന്റിലൊന്നും നമ്മൾ ഒരിക്കലും വേദനിക്കുന്നവനല്ല. കാര്യം നമ്മളെ ഇന്ന് സത്യം പറഞ്ഞാൽ 100% കസ്റ്റമേഴ്സ് നമ്മളെ വിശ്വസിച്ച് കഴിഞ്ഞു. അവർക്ക് അത് മനസ്സിലായി കഴിഞ്ഞു. അവരുടെ കമന്റിൽ നിന്ന് നമ്മൾ ഒത്തിരി സന്തോഷവാനാണ്. അല്ല, അവർക്ക് പറയാനുള്ള അവകാശമുണ്ട്. അവർ പറയട്ടെ. നിങ്ങളിപ്പോ ഇവിടുത്തെ കടയെ കുറിച്ചിട്ടായാലും ഇപ്പൊ എന്നെ കുറിച്ചിട്ടായാലും പറയണത് ഞാനായിരിക്കും, നമ്മുടെ കടയായിരിക്കും. നമുക്ക് നമ്മുടെ ബെസ്റ്റ് കൊടുക്കാൻ പറ്റണം. അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. പിന്നെ വാക്കും പ്രവർത്തിയും രണ്ടാവത്തില്ല ഈ കടയിൽ. എന്നെ നമ്മളെ സംബന്ധിച്ച്, നമ്മുടെ മനേവിനെ സംബന്ധിച്ച് ആ വാക്ക് തന്നെ പ്രവർത്തിയിലും ചെയ്യും. അല്ല, വാക്കൊന്നും പ്രവർത്തി. ഇവിടുത്തെ ഓണറിനെ കണ്ടു കഴിഞ്ഞാൽ ഡൗൺ ടു എർത്ത് എന്ന് പറയില്ല, അത്രയ്ക്കും നമുക്ക് ഓണറാണെന്ന് പോലും പറയാൻ പറ്റില്ല. അത്രയ്ക്കും ഡൗൺ, ശരിക്കും സ്റ്റാഫുമാരുടെ പോലെ നിന്നിട്ട് എല്ലാ കാര്യങ്ങളും ഇവിടെ നിന്ന് ചെയ്യണത് കേട്ടോ. അപ്പോൾ അടുത്തത് ഇതൊക്കെ ഹക്കോബിൽ ഫുൾ ഇങ്ങനെ ഫ്രോക്ക് ടൈപ്പ് ആയിട്ട് വരുന്നത്. വെറൈറ്റികൾ ഇഷ്ടം പോലെയുണ്ട്. ഞാനിപ്പോൾ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ആയിട്ട് കാണിക്കുന്നത് സാമ്പിൾസ് നോക്കാൻ. മാഡം ഇപ്പോൾ ദിവസം സഹായിച്ച് ഇത് തന്നെ മൊത്തം ക്രിയേഷൻ ചെയ്യുന്നത് നമ്മുടെ മാഡമാണ്. മാഡം വീട്ടിൽ മാഡത്തിനെ ഒന്ന് പരിചയപ്പെട്ടേക്കാം. മാഡം ബിസിയാണ്. മൊത്തം കാര്യങ്ങളും യൂണിറ്റ് മൊത്തം നോക്കി ഡിസൈൻ ചെയ്യുന്നത് പുള്ളിയാണ്. ഓക്കെ. മാഡത്തിനെ വിളിച്ചിട്ട് മാഡത്തിന് മൈൻഡ് ഇല്ല, സോറി എന്ന് കാണിക്കണ്ട. ഇതൊക്കെ ഹാൻഡ് വർക്ക് നമ്മൾ സ്വന്തം ചെയ്യുന്നതാണ്. ഈ ഹാൻഡ് വർക്ക് മൊത്തം നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നതല്ല, വരവല്ല. ഇത് മൊത്തം നമ്മുടെ സ്റ്റിച്ചിങ് ആണ്. ഈ ഹാൻഡ് വർക്ക് നമ്മൾ സ്വന്തമായിട്ട് 4-5 പേരെ ഇരുത്തിയിട്ട് ചെയ്യിപ്പിക്കുന്നതാണ്. നല്ല ഹാൻഡ് വർക്കുമാണ്, മെഷീൻ വർക്കും അല്ല, ഹാൻഡ് വർക്കാണ് അത്. ഇത് ഫുൾ ഡിജിറ്റൽ കേട്ടോ, ഫ്രോക്ക് ടൈപ്പ് ആയിട്ട് വരുന്നത്. നേരത്തെ കണ്ടതിൻ്റെ ഒരു ഡിഫറെൻറ്റ് ലുക്ക്, ഡിഫറെൻറ്റ് പാറ്റേൺ സെയിം തന്നെ, ഡിഫറെൻറ്റ് കളർ, ഡിഫറെൻറ്റ് ഇത് വരുന്നത് കേട്ടോ. അങ്ങനെ വെറൈറ്റികളൊക്കെ വേണ്ടത് കേൾക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ലേഡീസിൻ്റെ ഐറ്റംസ് ആയിട്ടുള്ളൂ. ഇത് സ്ലെബിലാണ് ഹാൻഡ് വർക്ക്. കണ്ട, ഇതിൻ്റെ കളേഴ്സുകളാണ്, ഒരുപാട് കളേഴ്സ് നമ്മളിലുണ്ട്. അതിൻ്റെ കളേഴ്സുകളാണ് ആയിരിക്കുന്നത് മൊത്തം. ഇതിപ്പോ ഒരു പാറ്റേൺ, അതിന്റെ സെയിം കളർ ചേഞ്ച് ആണ് ഈ മൊത്തം ഇരിക്കുന്നത്. ഇത്രയും കളർ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഇപ്പോഴും ഞാൻ നമ്മുടെ ഈ ചാനലിൽ കൂടി ആവേശം വരുമ്പോൾ നമ്മുടെ വില കസ്റ്റമേഴ്സിനെ അറിയിപ്പിക്കണം. നമുക്ക് മനസ്സിൽ താല്പര്യം ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഇപ്പോഴും നമ്മളെ പ്രൊമോട്ട് എന്താ വലിക്കുന്നു പറഞ്ഞാൽ ചില കസ്റ്റമേഴ്സ് നിങ്ങൾ ഒരിക്കലും വില പറയരുത്. അപ്പോൾ അതുപോലെ നമ്മൾ ചിലപ്പോൾ വായന അറിയാതെ പോലും നമ്മുടെ വില. എനിക്കും കോമന്റ് സെക്ഷനിൽ പല രീതിയിലാണ് വരുന്നത്. ചിലപ്പോൾ പറയും പ്രൈസ് പറയാത്തത് കൊണ്ട് ഞങ്ങൾ ഈ വീഡിയോ കാണുന്നതിൽ എന്താ അർത്ഥമുള്ളത്. ചിലർ പറയും പ്രൈസ് പറയരുത് മാഡം പ്ലീസ്. അത് ചിലപ്പോൾ പേഴ്സണലായിട്ട് തന്നെ എനിക്ക് വിളിച്ച് പറയാറുണ്ട്. കാരണം ഞങ്ങൾക്ക് ഇത് പ്രോഫിറ്റ് ഇട്ടിട്ട് വിൽക്കാനുള്ളതാണ്. നിങ്ങളിങ്ങനെ ഓപ്പൺ ആയിട്ട് വില പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വിൽക്കാൻ പറ്റില്ല. അങ്ങനെയും കുറേ പേര് പറയുന്നവരുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രൈസ് എടുത്ത് പറയാത്തത്. പ്രൈസ് പറഞ്ഞിട്ടോ ഓപ്പൺ ആയിട്ട് പബ്ലിക്കിൽ വിളിച്ച് പറഞ്ഞിട്ടോ ഒരു കാര്യമില്ല. നിങ്ങൾക്ക് പേഴ്സണലായിട്ട് അറിയാമെന്ന് വിളിച്ച് ചോദിക്കൂ. കുറഞ്ഞ ഒരു മാഡത്തിന് അറിയാവോ, ഞാൻ അനുഭവിക്കുന്ന ഈ 6 മാസം കൊണ്ട് എനിക്കത് സന്തോഷമേ ഉള്ളൂ, വേദനയില്ല. ഒരു കുറഞ്ഞ ഒരു 50,000-60,000 കോൾ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അവർ ഓൺലൈൻ, ഞാൻ പറഞ്ഞു നിങ്ങളോട് ആ കസ്റ്റമേഴ്സിനും പറഞ്ഞു, നിങ്ങൾ ഒരു കാരണവശാലും ഓൺലൈൻ നിങ്ങൾ ഈ കടയിൽ നല്ല, അതുപോലും കസ്റ്റമേഴ്സ് ഞാൻ പറഞ്ഞു മനസ്സിലാക്കി, ഈ കട നല്ല ഒരു കടയിൽ ഓൺലൈനിൽ നിങ്ങൾ സാധനം എടുക്കരുത്. കച്ചവടത്തിനാണെങ്കിൽ നിങ്ങൾ എപ്പോഴും നിങ്ങൾ ആ ക്വാളിറ്റി അറിയുന്നില്ല. നിങ്ങൾ ആ കളർ പോലും മൊബൈലിൽ വരുന്നത് കറക്റ്റല്ല. നിങ്ങൾ ആ ഷോറൂം, ഇപ്പോൾ ഷോറൂം 2 പ്രാവശ്യം സന്ദർശിക്കണം. 2 പ്രാവശ്യം സന്ദർശിക്കുമ്പോൾ അവർക്കൊരു ഐഡിയ കിട്ടും, നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ നിങ്ങളിപ്പോൾ വെറുതെ നൈറ്റി നിങ്ങൾ കണ്ടു, ഇന്ന കളറ്, നമ്മളത് വാട്സപ്പിൽ പിന്നിട്ട് കൊടുത്ത് അവർക്ക് എടുക്കാൻ സാധിക്കും. പക്ഷേ അവരിഞ്ഞോട്ട് വന്ന് നമ്മൾ നൈറ്റി കാണിക്കും. അവർ നമ്മൾ കാണിക്കുന്നതെന്ന് അവർക്ക് വിശ്വസിക്കണമെന്നില്ലല്ലോ. കറക്റ്റ് അവർക്ക് കാണുകയും ചെയ്യാം. നേരിട്ട് വന്നാൽ അവർക്കാണ് അതിൻ്റെ ഏറ്റവും കൂടുതൽ പ്രയോജനം. കാര്യം അവർക്ക് ഈ സാധനങ്ങൾ മൊത്തം കാണാൻ സാധിക്കും. ഓൺലൈനിൽ അങ്ങനെ കാണാൻ ഒക്കില്ല. കാര്യം ക്വാളിറ്റി അറിയാൻ ഒക്കത്തില്ല. നമ്മൾ കാണിക്കുമ്പോൾ ഈ മൊബൈലിൽ കാണിക്കുമ്പോൾ കളർ സൂപ്പറായിരിക്കും, പക്ഷേ അതിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് നമ്മൾ കാണുന്നില്ല. നമുക്ക് ഈ കള്ളക്കച്ചവടമില്ല. എങ്ങനെ നമ്മൾ കള്ളം പറഞ്ഞിട്ട് ആൾക്കാർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. 1 2 നമുക്ക് റിട്ടേൺ ഇല്ല. നമ്മളിന്ന് അതും പറയുന്നുണ്ട്. റിട്ടേൺ ഉണ്ടേ, നമുക്ക് റിട്ടേൺ ഉണ്ട്. നമ്മളെ കൊണ്ടുവന്ന സാധനങ്ങളെ റിജക്റ്റ് വന്നാൽ അവർക്ക് റിട്ടേൺ ചെയ്യാം. കാരണം നമുക്കത് കമ്പനിക്ക് തിരിച്ചുവിടെ അവരുടെ പൈസ നഷ്ടപ്പെടരുത്. അവരും കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയാണ്. പക്ഷേ ഓൺലൈനിൽ കാണിച്ചിട്ട് ചിലപ്പോൾ വേറെ കളറായിരിക്കും. ഇത് പക്ക ബില്ലുമായിട്ടാണ് പോകുന്നത്. നമ്മുടെ പക്ക ബില്ലുമായിട്ട് പോകുമ്പോൾ അവർക്ക് ചിലപ്പോൾ നമുക്ക് ഇത് കൊണ്ട് തരേണ്ടി വരും. നമുക്ക് അത് ബുദ്ധിമുട്ടുണ്ട്, നമ്മളത് പറയുന്നുണ്ട്. ഇപ്പോൾ പിന്നെ അത് ഒത്തിരി കസ്റ്റമറെ ചെവി കൊണ്ട് അത് അവർക്ക് ഒത്തിരി നന്നായിട്ടുണ്ട്. ഒരുപാട് പുതിയ സംരംഭങ്ങൾ മാറുന്ന കഴിഞ്ഞ ലൈവിൽ തന്നെ പറഞ്ഞതുപോലെ അതും ഒത്തിരി കസ്റ്റമേഴ്സ് ഗുണമുണ്ടായിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഒരു നൈറ്റി ബിസിനസ് മാത്രം നടത്തുകയാണെങ്കിൽ അതിനായാലും നിങ്ങൾക്ക് ഇവിടെ വെൽക്കം ആണ്. കാരണം എന്ന് വെച്ചാൽ എല്ലാ A to Z എല്ലാ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യം ഒന്നുമില്ല, നിങ്ങൾ നമ്മൾ സഹായിക്കും, ഒരു പ്രോഫിറ്റും ഇല്ല. അങ്ങനെ നമ്മുടെ മനസ്സ് നല്ല നന്മ. കാരണം ഞാൻ കഴിഞ്ഞ മാഡത്തിന് പറഞ്ഞാൽ നമ്മുടെ മോളിൽ ഒത്തിരി കഷ്ടപ്പെട്ട് വന്നതാണ്. ഇന്നും പുള്ളി പറയുന്നത് ഒരു കസ്റ്റമേഴ്സിന് ഒരു കാരണവശാലും നമ്മൾ ഒരു പ്രസ് ചെയ്ത് സാധനം കൊടുക്കരുത്, അടിച്ചേൽപ്പിക്കരുത്. അവർക്ക് ഇഷ്ടമുള്ളത് എടുക്കട്ടെ. പിന്നെ ഞാൻ ഇതുപോലും ചെയ്യുന്നുണ്ട് മാഡം. ഈ കാണുന്ന പ്രേക്ഷകർ നാളെ ഇതും കാണുമല്ലോ.
അവരോട് ഞാൻ പറയുന്നുണ്ട്, ഈ സ്റ്റാഫിനോട് ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കസ്റ്റമറിന് അറിയില്ല, പുതുതായിട്ട് വരുന്ന കസ്റ്റമറിന് അറിയില്ല തുണിയെ പറ്റിയ ക്വാളിറ്റിയോ ക്വാണ്ടിറ്റിയോ ഒന്നും അറിയുന്നില്ല. അവർ അറിയാതെ പോലും എടുത്തിട്ടാൽ അവർ തുടക്കമാണ്. അവർ പഠിച്ചു കഴിയുമ്പോൾ പിന്നെ അത് പ്രശ്നമല്ല, നിങ്ങളത് പറഞ്ഞ് എടുക്കണ്ട, മാറ്റിയിട്ടാൽ. അപ്പോൾ അവർക്ക് നമ്മളെ കൊണ്ട് ഒക്കുന്ന സഹായം നമ്മൾ ചെയ്തു കൊടുക്കുക. അത് ഈ ലോ ക്വാളിറ്റിയും വെക്കുന്നത് എന്ന് വെച്ചാൽ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ലോവും ഹൈ ക്വാളിറ്റിയും വെക്കുന്നത് തന്നെ കേട്ടോ. അപ്പൊ ഇനി ഇതൊക്കെ എവിടെ ഇരിക്കും? ഇത് മൊത്തം മാഡം സാമ്പിൾ പീസുകളാണ്. ഇതിന്റെ ഫുള്ള് ഇത് പാൻറ്റീസ്, ലേഡീസ് ജീൻസ് ഇതിന്റെ എല്ലാം ഫുൾ ഇതാണ് സാമ്പിൾ പീസുകളാണ് കേട്ടോ. ജെൻസിന്റെ ലേഡീസ് ഇത് മൊത്തം സാമ്പിളാണ്. ഇതിന്റെ മൊത്തം കോഡമാണ് കണ്ടത്. ഐഡിയല്, VIP ഇതെല്ലാം നമ്മുടെ ബ്രാൻഡുകളാണ്. ന്യൂഡേ ഇത് ഫുള്ള് സാമ്പിൾ പീസുകളാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ സ്റ്റാഫുകൾ ചെയ്യുന്നത് ഇപ്പോൾ ന്യൂഡേ ഇപ്പോൾ ഇതാണ്ടേ ഇത് ജെൻസിൻ്റെ ന്യൂഡേ. ഇപ്പോൾ ഈ ഐറ്റം അവർ അവരെ തുറന്ന് കാണിക്കും. അപ്പോൾ അവരത് നോക്കി, അവർക്കത് നോക്കിയെങ്കിൽ അത് 85 ഇത്ര ബോക്സ്, 90 ഇത്ര ബോക്സ്, 75 ഇത്ര ബോക്സ്, അത് പിള്ളേർ എഴുതിയെടുക്കും. അന്നും തന്നെ വേറെ ആൾ കാണും, ആ പുള്ളിയുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ അത് താഴെ തന്നെ വന്നിരിക്കും. നമ്മളെ ഇറങ്ങുമ്പോഴേക്കും അത് നിലത്തെത്തിയിരിക്കും. അങ്ങനെയാണ് ഇത് ഇപ്പൊ ഈ സിസ്റ്റം ചെയ്തേക്കുന്നത് മൊത്തം. ഓക്കെ. അപ്പൊ ഈ ഒരു സെക്ഷൻ മൊത്തം വരുന്നത് പാന്റീസ് ജെൻസിന്റെ ഉണ്ട്, ലേഡീസിന്റെ പാന്റീസ്, വീട്ടിലിടുന്നത്, വീട്ടിലുണ്ടേ ഇതൊക്കെ വീട്ടിലിടുന്ന ടീഷർട്ട് ഇപ്പം പിള്ളേര് കണ്ടാ ഇതിങ്ങനെ വരും. ഇതിങ്ങനെ വരും. അതുപോലെ തോർത്തുകള്, അണ്ടർ സ്കേർട്ട്, ലെഗിൻസ്, ഇത് 2 പീസ് ബനിയന്റെ കണ്ടാ. ലാർജ്, XL, XXL, XXL വരെ നമ്മുടെ കയ്യിലുണ്ട്. ഇതൊക്കെ സെറ്റ് ആയിട്ട് തന്നെ എടുക്കണം. അല്ലല്ല, ഇത് 10 പീസാണ്. ഇതിപ്പോ 10 ഉള്ളത് 5 എടുക്കാം. ഒരു ഡിസൈൻ ഇപ്പൊ 5 കളർ എടുക്കാം ഒരു അളവില് കേട്ടോ. XXL വേണമെങ്കിൽ 5 പീസ് കിട്ടും. 5 പീസ് എടുക്കാം. അതുപോലെ ലേഡീസിന്റെ ഞാൻ പറഞ്ഞില്ല, അന്നും ഞാൻ പറഞ്ഞു, ഇന്നും ഞാൻ പറയുന്നു, സിഗരറ്റ് പാൻറ് അതൊക്കെ അവർക്ക് ഒരു ബോക്സ് വരുന്നത്, ഒരു കെട്ട് വരുന്നത് ഒരു കളർ 5 പീസാണെങ്കിൽ അവർക്ക് 2 എണ്ണം എടുക്കാം. അത് ഇപ്പോഴും ഞാൻ പറയുന്നു മാഡം, അത് കഴിഞ്ഞ പ്രാവശ്യം ചില ആൾക്കാർ തെറ്റിദ്ധാരണ ഉണ്ടായിട്ട് റീറ്റെയിലാണോ എന്ന്. കാര്യം അവരിവിടെ വരും, ഞങ്ങൾ 2 പീസ് ഇല്ല. അപ്പോൾ അവർ നിങ്ങളെന്താ വീഡിയോയിൽ പറഞ്ഞു, നമ്മളത് കച്ചവടക്കാർക്ക് വേണ്ടി പറയുന്നു. അപ്പോൾ അവരുടെ അവിടുത്തെ XL ഒത്തിരി ഇരിപ്പുണ്ട്, അവർക്ക് XXL മതിയെങ്കിൽ അതിൽ നിന്ന് അവർക്ക് എടുക്കാം. അത് അവരുടെ നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്, റീറ്റെയിലിനല്ല നിങ്ങൾ എടുക്കുന്നത്. അപ്പം ചില ആൾക്കാർ ചോദിക്കും, എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ പറഞ്ഞു? നിങ്ങൾ അത് കച്ചവടക്കാർ വീഡിയോ മൊത്തം കേൾക്കണം, ബിസിനസ്സുകാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേവരെ ചിലർ അഡേന്ന് കേട്ടിട്ട് ഓടി വരും, എന്നിട്ട് റീറ്റെയിൽ എന്ന് പറഞ്ഞിട്ട് ഒരു പീസ് സിംഗിൾ പീസ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒന്ന് ഇറങ്ങുമ്പോൾ വീട്ടിൽ നിന്ന് ഈ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, ഈ നമ്പറിൽ ഒന്ന് വിളിച്ച് ചോദിച്ചിട്ട് വരുമ്പോൾ ഡൗട്ട് ക്ലിയർ ആക്കിയിട്ട് വരാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പെട്രോൾ കാശോ അല്ലെങ്കിൽ ബസ് കാശോ ഒക്കെ ലാഭിക്കാം. അല്ല, കച്ചവടക്കാരാണെങ്കിൽ അവർക്ക് ഒരു നല്ലൊരു പ്രോഫിറ്റ് ആക്കാൻ പറ്റുന്ന ഒരു സംഭവം കൂടിയാണ് ഈ ഒരു ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നമ്മളൊക്കെ ഓടിപ്പിച്ച് കാണിക്കണം. കാരണം ഇവിടെ മൊത്തം റിനോവേഷൻ ചെയ്തതിൻ്റെ ഒരു ഭാഗം കൂടി ആയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അതുപോലെ ഈ ടീനേജുകാർക്കുള്ള പാൻസുകൾ, അങ്ങനെ പല പല വെറൈറ്റീസ് ഒക്കെ ഈ ഒരു സെക്ഷനിൽ വരുന്നുണ്ട്. ഇത് കൂടാണ്ട് അപ്പുറത്തെ ഒരു 2 കൗണ്ടർ കൂടി മെറ്റീരിയൽ സാരി ഈ സൈഡിൽ അല്ലേ? ഓക്കെ. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ മൊത്തം മെറ്റീരിയൽസ്, ചുടിദാർ മെറ്റീരിയൽസ്, അതിൽ പല സാരിയുടെ എല്ലാം താണ്ട മാഡം എല്ലാ സാമ്പിൾ പീസുകളാണ്. ഈ സാരി ഞാൻ പറഞ്ഞില്ലേ മാഡം, ഈ സാരികളൊക്കെ എന്ന് പറഞ്ഞാൽ യൂണിഫോം സാരി. ഈ ഐറ്റം ഒരു 100 പീസ് വേണമെങ്കിൽ നമ്മുടെ കയ്യിൽ കിട്ടും. ഇതെല്ലാം സാമ്പിൾ. അവരെ നേരത്തെ നമ്മൾ അത് മേളിൽ കൊണ്ടുപോയി ആൾക്കാരെ കാണിക്കണമായിരുന്നു. അപ്പോൾ അത് വേണ്ട, അവർ കസേര ഇരുന്നാൽ അവർക്ക് യൂണിഫോം സാരി ആവശ്യപ്പെടുന്നെങ്കിൽ നമ്മൾ ഇതിൻ്റെ എല്ലാം ഓരോ കളർ അവരെ ഇങ്ങനെ കാണിക്കും. അപ്പോൾ ഇങ്ങനെ കാണിക്കുമ്പോൾ അവർ സെലക്ഷൻ ചെയ്തോളും. അവർ സെലക്ഷൻ ചെയ്യുന്നത് കളറെ ഇപ്പോഴത്തെ ഇത് 50 പീസ് വേണം, 25 പീസ് വേണം, അന്നും തന്നെ നമ്മളത് അവിടുന്ന് എടുത്ത് താഴെ സെറ്റ് ചെയ്യുക. ആ സിസ്റ്റമാണ് ചെയ്തേക്കുന്നത് ഏറ്റവും കൂടുതൽ. അപ്പോൾ അതില് സാരികളുടെ എല്ലാം വെറൈറ്റീസ് ഈ ഒരു സെക്ഷനിൽ ഇതെല്ലാം യൂണിഫോം. പിന്നെ വേറെ കാര്യം ഗുണം ചെയ്തിട്ടുണ്ട് മാഡം, ഇതൊക്കെ പുതിയ പ്രിന്റുകളാണ്. ഇതിപ്പോൾ യൂണിഫോം കടക്കാർക്ക് പിന്നെ ഇതിൽ നിന്ന് 1 പീസ് എടുക്കാം, അവർക്ക് എടുക്കാം, ഓരോരോ പീസ് കടക്കാർക്ക്. ഇപ്പോഴും ഞാൻ പറയുന്നു, റീറ്റെയിൽ അല്ല, ഹോൾസെയിലാണ്. കച്ചവടക്കാർക്ക് ഓരോരോ പീസുകൾ അവർക്ക് വേണം, അവർക്ക് എടുക്കാം. കാര്യം നമ്മുടെ 200-100 പീസ് കാണും ഒരു കളർ തന്നെ. അവർക്ക് കുറേ 10 കളർ എടുത്ത് അവരുടെ കടയിലൊക്കെ വെറൈറ്റി ആവും, കളർ പല പല ഡിസൈൻ കിട്ടും, പല പല കളർ കിട്ടും, അവർക്ക് ഇതാവും, അങ്ങനെയും കൊടുക്കും. ഒരിക്കലും ഇപ്പോഴും ഞാൻ വീണ്ടും പറയാൻ കാര്യം, കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് ചില വിഷമങ്ങളുണ്ട്, ചില കസ്റ്റമറിൽ നിന്ന് വന്നിട്ടുണ്ട്. പക്ഷെ അത് കറക്റ്റ് നമ്മളത് മനസ്സിലാക്കാത്തതിൻ്റെ പേർക്കാണ്. അവർ ചിലർക്ക് ഈ റീറ്റെയിൽ, ഞാൻ അന്നേരം പറഞ്ഞു നിങ്ങൾ കറക്റ്റായ വീഡിയോ കേൾക്കണം. റീറ്റെയിൽ മാത്രം കേട്ടിട്ട് വന്നിട്ടുണ്ടാവും. വീഡിയോയിൽ നമ്മൾ പറഞ്ഞാണ് ഭഗവതിയെ പറ്റി നമ്മൾ അന്നേരം പറഞ്ഞാണ് അവിടെ ഉണ്ട്. പിന്നെ കുറേ അത് പിന്നെ എങ്ങനെയായാലും വരും മാഡം, അതിനകത്ത് നമുക്ക് വിഷമമില്ല. ഒരു 100 പേര്, ഒരു 10 പേരെങ്കിലും ഞാൻ ഈ പെണ്ണുങ്ങളോട് തമാശ പറയും. ഒരു 50,000 ഫോൺ കോൾസ് അറ്റൻഡ് ചെയ്തില്ല, അതിന്റെ ഒരു വിഷമം സങ്കടം ഒരുമിച്ച് ഒരു വീഡിയോയിൽ അങ്ങോട്ട് പറഞ്ഞു തീർക്കാണ് കേട്ടോ. ഈ യൂണിഫോം സാരി എടുക്കാൻ പറഞ്ഞേക്കും മാഡം, ഈ യൂണിഫോം സാരി എടുക്കാൻ ഇപ്പൊ 50 യൂണിഫോം സാരി വേണം, വരുന്നത് 5 പേര്. ഞാൻ അവരോട്, കാര്യം അവരെ എൻ്റെ സഹോദരിമാരെ പോലെ ഞങ്ങൾ സംസാരിക്കുന്നത്.
ഞാൻ അവരോട് പറയും നിങ്ങൾ ആദ്യം 5 സാരി ഒരാൾ സെലക്ഷൻ ചെയ്യും. ഞാൻ ചുമ്മാ അവരോട് പറയും നിങ്ങൾ 5 പേരും കൂടി ഒരു കളർ ഇഷ്ടപ്പെടണമെങ്കിൽ 1 മണിക്കൂർ എടുക്കും. പിന്നെ അവർ ചെയ്യുന്നത് മൊബൈൽ എടുക്കുക, വാട്സപ്പ് ഗ്രൂപ്പിൽ കൊടുക്കും. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ കൂടെ ഒരു 2 മണിക്ക് വരുന്ന സ്ത്രീകളായിരുന്നെങ്കിൽ അവരിറങ്ങി പോകുമ്പോൾ 8 മണിയാകും. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വരാം. അത് ലോകസഹജമാണ്. നമുക്ക് അത് നമ്മൾ 10-25 വർഷം ആയതിൻ്റെ പേര് നമുക്ക് കുറേയൊക്കെ മനസ്സിലാവും. അതുപോലെ നമ്മൾ അവരെ നല്ലതെന്ന് പറഞ്ഞാൽ നിങ്ങൾ അന്ന് തന്നെ സെലക്ഷൻ ചെയ്ത് എടുത്തോണം. പിന്നെ കംപ്ലയിൻറ്റ് വന്നാൽ നമ്മൾ ഉത്തരവാദിയാണ്. അതുപോലും ഞാൻ അവരോട് പറയുന്നുണ്ട്. കാരണം നമുക്കത് പ്രശ്നമല്ല മാഡം. നമുക്കിപ്പോൾ ഈ യൂണിഫോം സാരിയിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാൽ നമുക്ക് തിരിച്ചു വിടാവുന്നേ ഉള്ളൂ. അതെ, ഇതിപ്പോ സാരീസിന്റെ എല്ലാം തരണ്ട്. പട്ട് സാരി ഉണ്ട്, യൂണിഫോം സാരീസ് ഉണ്ട്, കോട്ടൺ, ബംഗാൾ കോട്ടൺ. കോട്ടന്റെ ഒക്കെ ഒരുപാട് ഭയങ്കര കളക്ഷനാണ് നമ്മുടെ കയ്യിൽ. കോട്ടന്റെ സാരീസ് ഉണ്ട്. ഇതാണ് ബംഗാൾ കോട്ടൺ. ഇതിന്റെ ഒക്കെ ഭയങ്കര കളക്ഷനാണ് നമ്മുടെ കയ്യിൽ. ഓയിൽ സാരി, നമ്മുടെ സാരിയുടെ ഒക്കെ നല്ല സെലക്ഷനാണ് ഉള്ളത്. ഇതൊക്കെ സാമ്പിൾ പീസുകൾ. ഇത് മൊത്തം സാമ്പിൾ പീസുകളാണ്. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ ഇരിക്കുന്നത് ചുരിദാർ മെറ്റീരിയലിലൊക്കെ ഭയങ്കര കളക്ഷനാണ്. സ്റ്റാർട്ടിംഗ് റേറ്റ് മാഡം പറഞ്ഞ 225 രൂപ തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. പക്ഷേ ആ 225 ഏറ്റവും കുറഞ്ഞതിൻ്റെ റേറ്റ് നമ്മൾ പറയുന്നത്. ഇപ്പോഴും ചില കസ്റ്റമറിനോട് ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾ ഒത്തിരി കുറഞ്ഞ് വെക്കരുത്. വെച്ച് പോയ കുഴപ്പം എന്താണെന്നറിയോ, ഈ തുണി നമുക്ക് കുറഞ്ഞത് കിട്ടും, പക്ഷേ തയ്യക്കൂലി ഒരിക്കലും കുറയത്തില്ല. ഈ തയ്യക്കാർ അവരുടെ കുഴപ്പമില്ല. തയ്യക്കാർ പറയുന്നുണ്ടോ എന്നാൽ ഇത് കുറഞ്ഞ തുണി ഈ റേറ്റ് മതി എന്ന് അവർ പറയുന്നില്ല. എപ്പോഴും നമ്മളെ കസ്റ്റമർ കാര്യം ഇന്ന് കുറഞ്ഞ ടോപ്പുകൾ കിട്ടുന്നുണ്ട്. ഒരു ലെഗിൻസും കൂടെ ആയപ്പോൾ ഈ തുണിയുടെ വിലയാവുന്നുള്ളൂ, സ്റ്റിച്ചിങ് കൂടി കൊടുക്കുക. അപ്പോൾ അതുപോലെ നമ്മൾ കസ്റ്റമറെ പറ്റി മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഒത്തിരി ലോ ക്വാളിറ്റി ചെയ്യാത്തത്. ഇതെന്ന് പറഞ്ഞാൽ പ്യുവർ കോട്ടൺ. ഇത് നല്ല വെറൈറ്റി ഐറ്റമാണ് ഇത് കേട്ടോ. ഫുൾ കോട്ടൺ ആണ്. ദുപ്പട്ടയൊക്കെ പ്രിന്റ് ആണ് കണ്ടോ. ഇത് മൽമൽ കോട്ടൺ ഫുൾ ഐറ്റംസ് നമ്മുടെ കയ്യിലുണ്ട്. ഈ ചുരിദാർ മെറ്റീരിയലിന് തന്നെ ഭയങ്കര സെക്ഷനാണ്. ഇതിപ്പോൾ സാമ്പിൾ പീസ് ആയിരിക്കുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോർ സെക്കൻഡ് ഫ്ലോർ ഞാൻ മടത്തിൽ മൊത്തം കാണിക്കാം. ഇപ്പം തന്നെ ഇവിടെ ഒരുപാട് സമയമായി. ഇനി നമുക്ക് മുകളിലേക്ക് പോവാം. അപ്പോൾ ചുരിദാർ മെറ്റീരിയലിൻ്റെ കളക്ഷൻസ് ഇതൊക്കെ നേരിട്ട് വരാം. അത് കൂടാണ്ട് ഓൺലൈനിൽ വീഡിയോ കോൾ പുതിയ ഐറ്റങ്ങളാണ് കേട്ടോ. ഇതൊക്കെ ബോംബെ ഐറ്റമാണ്, പുതിയ ഐറ്റങ്ങളാണ്. വീഡിയോ കോൾ ചെയ്തിട്ടായാലും കാണാം. പക്ഷേ കൃഷ്ണേട്ടൻ്റെ എൻ്റെ അഭിപ്രായം പറയണത് നിങ്ങൾ നേരിട്ട് വരാം. ഫസ്റ്റ് ടൈം ആണെങ്കിൽ ഒരു വട്ടം വന്നിട്ട് നിങ്ങൾ പോയവരാണെങ്കിൽ അത് എനിക്ക് തോന്നുന്നു മാഡം 90% ആൾക്കാർക്കും വന്ന് മനസ്സിലായി കഴിഞ്ഞ് നമ്മൾ അഭിനന്ദിച്ചിട്ട് പോകുന്നവരുണ്ട്. പിന്നെ നമ്മൾ കൊടുക്കാത്ത അങ്ങോട്ട് ഇറങ്ങിയിട്ട് വേറെ അത് നമുക്ക് എല്ലാ സാഹിത്യങ്ങളും ഇപ്പൊ എന്നെയോ ഞാൻ പറഞ്ഞില്ല എന്തോരം കാര്യങ്ങൾ എന്നോട് പറയണ്ടേ. ഇപ്പൊ നമ്മൾ ഓരോരോ സ്ഥലത്ത് കിടന്നത് ഒരു കാര്യത്തില് നമുക്ക് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട് ഈ പ്രസ്ഥാനത്തിന്. എനിക്കല്ല, എനിക്ക് പിന്നെ എൻ്റെ പേഴ്സണലായിട്ട് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. എനിക്ക് ഇത്രയും ചെയ്യാൻ സാധിച്ചു മാഡത്തിൻ്റെ കൂടെ ആണ്. ഇപ്പം തന്നെ മാഡത്തിന് അറിയാം, ഈ കോള് തന്നെ മാഡത്തിൻ്റെ ആ കഴിഞ്ഞ ഇതിൻ്റെ കോളാണ്. കാര്യം ഞാൻ ഫീഡ് ചെയ്തിട്ടില്ല, നമ്പർ ഫീഡ് ചെയ്തിട്ടില്ല. ഹലോ, നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ കണ്ടിട്ടുള്ള അതെ, ഭവാനി ടെക്സ്റ്റൈൽസ് എറണാകുളം. അപ്പോൾ ആളുടെ സംസാരം കേട്ടോ, അത് കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ എടുക്കാം. ഫോൺ കോളൊക്കെ കഴിഞ്ഞു. ഫോൺ കോൾ വന്നു, അവർക്ക് സമാധാനമായിട്ട്. കാരണം നമ്മൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇത്രയും ക്ഷമയാണല്ലോ ഏറ്റവും വലുത്. ക്ഷമ എങ്ങനെ കിട്ടി? എനിക്ക് തോന്നുന്നു മാഡത്തിൻ്റെ കൂടെ നിന്നിട്ട് കിട്ടിയായിരിക്കുമെന്ന്. കാര്യം മാഡം ഒത്തിരി പേരുടെ ഭാഗത്ത് നിന്നൊക്കെ. പക്ഷേ എനിക്ക് ക്ഷമയുണ്ട്. പക്ഷേ അത് അറിയാം. രാത്രി 12 മണി വരെ ഞാൻ ആൾക്കാർക്ക് മറുപടി കൊടുക്കുന്നുണ്ട്. കാര്യം എന്താണെന്നറിയാം, അവർക്ക് അറിയില്ല. അപ്പോൾ അവർ പുതിയ സംരംഭങ്ങൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ അപ്പോഴും ചില ആൾക്കാർ അത് ഓൺലൈനിലൊന്ന് കാണിക്കാൻ ഒക്കുമോ? ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഏതൊക്കെ റേറ്റ് കാണിക്കാൻ ഒക്കില്ല. നിങ്ങൾ ആദ്യം വന്നിട്ട് ഷോറൂം കാണുമ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും, നമുക്കൊരു ഐഡിയ കിട്ടും, നിങ്ങൾക്ക് മുമ്പോട്ട് പോകാം. പക്ഷെ നമ്മളത് ചെയ്യാതെ പറയാതെ നമ്മൾ ഫോൺ കട്ട് ചെയ്താൽ നാളെ കമന്റ് വീഴുന്നത് വേറെയാണ്. നമ്മൾ ഒത്തിരി ലോകത്ത് നമ്മുടെ കയ്യിലത്തെ വിരലുകൾ തന്നെ ഡിഫറെന്റ് ആണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒരുപോലെ അല്ലാന്ന് വിചാരിച്ചാൽ മതി. എൻ്റെ പ്രസ്ഥാനം, എൻ്റെ മാളിമാരും ഞാനും ഒരുപാട് കാര്യത്തിൽ ഞങ്ങൾ സന്തുഷ്ടരാണ്. ഈ 6 മാസം കൊണ്ട് കുറഞ്ഞത് നമുക്ക് ഒരുപാട് പേരെ ജീവിതത്തിൽ കൈപിടിച്ചു കൊടുത്തു. നമ്മൾ പൈസ തന്നിട്ടാണ് അവർ സാധനം എടുക്കുന്നു എങ്കിലും കൈപിടിച്ച് അവർ എത്രയോ കസ്റ്റമേഴ്സ് മോനെ അതൊന്നും പറഞ്ഞു തരണേ, എങ്ങനെയാണെന്ന് പറഞ്ഞു തരണേ, വിലയിട്ട് തരണേ, എങ്ങനെയൊക്കെ ചെയ്യണം. അപ്പം നമ്മളൊക്കെ അവരോട് ഒരുപാട് കാര്യങ്ങൾ ആ കസ്റ്റമേഴ്സ് ആഴ്ച നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. അവർക്കൊരു സന്തോഷമുണ്ട്, നമുക്കൊരു സന്തോഷമുണ്ട്. ആ സന്തോഷം നമ്മളും പങ്കുകൊള്ളും. ഒരുപാട് പിന്നെ മാഡത്തിൻ്റെ ഒപ്പം ഒരുപാട് സന്തോഷമുണ്ട്. ആ സന്തോഷത്തിന്റെ ഇടയ്ക്ക് ചെറിയൊരു ദുഃഖം നമുക്ക് സഹിക്കാവുന്നേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ചെറിയൊരു വിഷമം നമുക്ക് സഹിക്കാവുന്നേ ഉള്ളൂ ആ സന്തോഷത്തില്. അതല്ല നമുക്ക് ആ ദുഃഖം മാത്രം വരുന്നെങ്കിൽ നമ്മൾ മടുത്തേനെ. മാഡത്തിന് അടുത്ത് പോലെ നിൽക്കാൻ കിട്ടത്തില്ല. കാര്യം അത്രയ്ക്ക് ചിലപ്പോൾ വയലന്റ് ആയി പോവും.
നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമില്ല കിട്ടിയത് ഈ ചാനൽ കൊണ്ട്. ഈ ചാനൽ കൊണ്ട് ഇത്രയും സന്തോഷം കിട്ടിയപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവിടെ ഇവിടെ ചെറിയ വിഷമം വന്ന് നമുക്ക് സഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പം കൃഷ്ണേട്ടൻ്റെ വിഷമം പറയുന്ന പോലെ ഞാനും ഒരു വീഡിയോ എടുത്ത് വിഷമം പറയേണ്ടി വരും പറയാൻ നിൽക്കുകയാണെങ്കിൽ. അപ്പം അത് ഈ ചെവിക്കൂടെ കേട്ട് ഈ ചെവിക്കൂടെ വിട, അത്രേ ഉള്ളൂ. നമുക്ക് ആവശ്യമുള്ളത് ഇങ്ങോട്ട് പിടിക്കുക, അത്രയും ഞാൻ ഉദ്ദേശിക്കുള്ളൂ. ഞാൻ പറഞ്ഞില്ല മേഡം, നമ്മൾ ഇന്ന് വരെ ഇത്രയും വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്ന് വരെ മാഡം എന്നെ അനുസരിച്ചിട്ടുണ്ടോ? ഒരു കടക്കാരെ നമുക്ക് എറണാകുളം മാർക്കറ്റിന് ക്ലോത്തിൻ്റെ അങ്ങേയറ്റത്തെ കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ നടക്കുന്നത് എറണാകുളം മാർക്കറ്റ്. പക്ഷേ ഒരു കടക്കാരെ നമ്മൾ കുറ്റപ്പെടുത്തില്ല, ഇന്ന് വരെ പറയത്തുമില്ല. കാര്യം ഓരോരുത്തർക്ക് ഓരോ നാച്ചുറുണ്ട്, ഓരോരുത്തർക്ക് ഒരു വിലയുണ്ട്. നമ്മുടെ ഗുണമെന്ന് പറയുന്നത് നമുക്ക് കടകൾ ഇത്ര ഉള്ളതിൻ്റെ പേര് ഏറ്റവും കൂടുതൽ സാധനം ഇങ്ങോട്ട് വന്നിട്ട് ക്വാണ്ടിറ്റി കൂട്ടി കൊടുക്കും. അവിടെ പോകുന്ന വിലയിലാണ് ഈ വരുന്ന കസ്റ്റമറിനും കിട്ടുന്നത്. കാര്യം ഞാൻ ഇപ്പോഴും ഈ ഓരോ അത് ഞാൻ തുറന്ന് കാണിക്കാൻ കാര്യം എന്താ അറിയോ, ഈ വരുന്ന കസ്റ്റമേഴ്സിന് മൊത്തം നമ്മുടെ കോഡ് വരെ പഠിപ്പിച്ചിട്ടുണ്ട്. കാര്യം ഈ കോഡ് പഠിപ്പിക്കാൻ കാരണം അതൊക്കെ കസ്റ്റമേഴ്സിന് കൂടുതൽ അറിയാം. നമ്മുടെ തിരക്കുള്ള സമയത്ത് ഇവിടെ വന്നിട്ട് അവർക്ക് ഈ കോഡിൻ്റെ വില ഞാൻ പറയുന്നില്ല, കോഡിൻ്റെ നമ്പർ പറയുന്നില്ല, കാര്യം അത് പറയുന്നത് തെറ്റാണ്. പക്ഷേ നമ്മുടെ കസ്റ്റമർ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. കാര്യം ഈ ഒരു കോഡുണ്ട് നമ്മുടെ ഉണ്ട്. ഈ ഒരു കോഡിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ അവർക്ക് ഇവിടുത്തെ വില അറിയാം. അപ്പോൾ ഇവിടെ തിരക്ക സമയത്ത് അവർക്ക് വേണമെങ്കിൽ ഈ വില അവർക്ക് എടുത്തിട്ടോണ്ടേ ഇരിക്കാം. ഓണമൊക്കെ നല്ല തിരക്കാണ്, അറ്റൻഡ് ചെയ്യാൻ പോലും ആൾ കാണത്തില്ല. പക്ഷേ അവർക്കാണെങ്കിൽ വില അറിയാം, അവരായിട്ട് അറിയാം, അവരെടുത്തിട്ടോണ്ടേ ഇരിക്കും. പിന്നെ അവർ കടയിൽ ചെന്നിട്ട് ബില്ലിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ കോഡ് നോക്കിയാൽ അവർക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കി അവർ അത് കീപ്പ് ചെയ്യാൻ നോക്കും. നമ്മുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ട് വിലയില്ലെന്ന് ഞാൻ പറഞ്ഞില്ല മാഡത്തിന് വില ഇപ്പോൾ തുണിയൊക്കെ അറിയില്ല. അവർക്ക് വേണമെങ്കിൽ നമ്മളൊരു 50 രൂപ കൂട്ടി പറയും, അവർക്ക് അറിയില്ല, അവരവർ എടുത്തോ മോനെന്ന് പറയും. പക്ഷേ താഴെ ചെന്നാൽ ഈ സ്കാൻ ചെയ്താൽ ഈ വില അവിടെ വീഴും. അവിടെ കൂട്ടാനും ഒക്കത്തില്ല, കുറയ്ക്കാനും ഒക്കില്ല. മുകളിൽ നിന്ന് പോണതല്ല, താഴത്തെ കറക്റ്റ് ബില്ലിങ്ങിൽ കറക്റ്റ് വിലയായിരിക്കും. അപ്പോൾ ഇതൊക്കെ ചുരിദാർ മെറ്റീരിയൽസ്, അത് കൂടാണ്ട് ജീൻസുകളും ലേഡീസ് ജീൻസ്, ബാഗി, പല മോഡലുകളാണ്. ഇതിൻ്റെ എല്ലാം സാമ്പിൾ പീസാണ്. ഇതൊക്കെ 3 പീസായിട്ട് തന്നെ എടുക്കണം. സൈസ് ഇതെടുക്കണം. ജെൻസിൻ്റെ മാത്രം ഞാൻ കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞതാണ്, 28 മാത്രം വേണമെങ്കിൽ എടുക്കാം, 30 വേണമെങ്കിൽ കാര്യം അത്ര ഓവർ കയറത്തില്ല. പിന്നെ ഇത് ഏതെങ്കിലും രീതിയിൽ നമ്മൾ ശ്രമിക്കുന്നുണ്ട് പിന്നെ ഇതുപോലെ പൊട്ടിച്ച് കൊടുക്കാനായിട്ട്. പക്ഷേ ലേഡീസിൻ്റെ അങ്ങനെ ഇതുവരെ അങ്ങനെ ഒക്കുന്നില്ല. പല മോഡലുകൾ പല ഇതൊക്കെയാണ് കേട്ടോ. ഇത് സൈസുകൾ ഡിഫറൻസ് ആണ്. 28 to 36, 38 to 40 ഇങ്ങനെ പല ഇത് വരും. അത് ഒരുപാട് ഐറ്റങ്ങളുണ്ട്. ഒരുപാട് ജീൻസിന്റെ സാമ്പിൾസ് മാത്രമാണ് ഈ മൊത്തം കാണുന്നത്. ഇതിന്റെ ബൾക്ക് ആയിട്ട് മുകളിലിരിക്കുന്ന നമുക്ക് ഗോഡൌണും നമുക്ക് കാണേണ്ടതാണ്. ഇവിടെയാ മാഡം ഈ അടുത്ത സമയത്ത് ഏറ്റവും കൂടുതൽ കാണാനുള്ളത്. കാര്യം നമ്മൾ ഒരുപാട് വെറൈറ്റികൾ കയറ്റി കഴിഞ്ഞ്. കാര്യം ഇത് അറിയാം, കിഡ്സ് വെയറിന്റെ ഇത് ഫുള്ള് കിഡ്സ് വെയർ എന്ന് പറഞ്ഞാൽ സാമ്പിൾ പീസ് മാത്രമാണ്. ഇതിന്റെയൊക്കെ ഒരു ഭയങ്കര അന്ന് നമ്മൾ കാണിച്ചില്ലേ ഒരു ഫ്ലോർ മാത്രം കിഡ്സ് വെയർ മാത്രം. പക്ഷെ ഇന്ന് ആ ഫ്ലോർ കണ്ടാൽ മാടം പോലും ഞെട്ടിപ്പോകും. കാര്യം അത്രയ്ക്ക് നമ്മളത് മുകളിലേക്ക് പോയിട്ടില്ല, നമ്മളൊപ്പം തന്നെ നമുക്ക് മുകളിലേക്ക് പോകാം. അത്രയ്ക്ക് നമ്മൾ ആ ഫ്ലോർ നമ്മൾ ഒത്തിരി വിപുലീകരിച്ച് ഒത്തിരി ഐറ്റങ്ങൾ ഫുള്ള് കയറ്റി കഴിഞ്ഞു. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഐറ്റംസ് മൊത്തം കുട്ടികളുടെ ഐറ്റം, അതല്ല ഫാൻസി ഐറ്റം. ഇതെല്ലാം സാമ്പിൾ പീസാണ്. ഇത് മൊത്തം കസ്റ്റമറിനെ നമ്മൾ കാണിച്ചിട്ട് അവർക്ക് ഇഷ്ടപ്പെടുന്നത് ആ നമ്പർ ഇതുണ്ട്, ഡിസൈൻ കോഡുണ്ട്. ഈ ഡിസൈൻ കോഡ് നമ്മൾ എഴുതിയെടുക്കുകയാണ്. ഈ ഡിസൈൻ കോഡ് എഴുതിയെടുത്തിട്ട് അത് മേളിൽ ഗോഡൗണിൽ നിന്ന് നമ്മൾ സെറ്റ് ചെയ്യാണ്. അപ്പൊ ഇത് എത്ര സൈസ്? 6 എണ്ണത്തിന്റെയാ? ഇത് 6 എണ്ണത്തിന്റെ അല്ല മാഡം, ഇത് 6 പീസ്. അത് 22 to 32 മാഡം, 22 to 32 അങ്ങനെയാണ് 6 പീസ് വരുന്നത്. ഇതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ 6 കളറും ആയിരിക്കും, ഒരു കളറല്ല. ഇതിന്റെ ഗുണം 6 കളറായിരിക്കും ഇത്. പക്ഷെ ആര്യൻ ഫ്രോക്ക് ഇങ്ങനെയുള്ള ഫ്രോക്ക് അതിനാണ് ഞാനിപ്പോ ഇത് എടുത്തത് കേട്ടോ. ഈ ഒരു 2 പീസ് ഇങ്ങനെയുള്ള ഫ്രോക്കുകൾ, ഫാൻസി ഫ്രോക്ക് ആര്യന് ഇങ്ങനെയുള്ള ഐറ്റങ്ങൾ വരുന്നത് 20 to 30 കണ്ട 20 to 30 ഇതിവിടെ 20 to 30 ഇങ്ങനെ വരും. അത് ഒരു കളറാണ്, ഒരു കളറിലായിരിക്കും ആ 6 പീസ് വരുന്നത്. കാര്യം 20, 22, 27, 26, 28, 30 ഇങ്ങനെ വരും. ഇതിന്റെ ഗുണമെന്ന് പറഞ്ഞപ്പോൾ ഈ കളർ ഒരു കുട്ടിക്ക് ഇത് ഇഷ്ടപ്പെട്ടു, അതിന് വലുത് കൊടുക്കാൻ നമ്മുടെ കയ്യിൽ വേണം. കടക്കാരും അങ്ങനെ എടുക്കൂ. അപ്പോൾ അതിന് വലുത് കൊടുക്കാൻ വേണമെങ്കിൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇതിന് തൊട്ട് വലുത് വേണ്ടേ. ഇത് പല കളർ വരത്തില്ല. സൈസസ് 20 സൈസ് തൊട്ട് 30 വരെ ഒരു കളർ. പിന്നെ ഏറ്റവും കൂടുതൽ പെട്രൻസ് ഉള്ള 2 ഒരു കിട്ടും. പിന്നെ ഏതെങ്കിലും പ്രോഗ്രാം, കല്യാണം, പള്ളി, എന്തെങ്കിലും പ്രോഗ്രാം, അതാണ് പറഞ്ഞ യൂണിഫോമിന്റെ ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇത് ഫുൾ ഇങ്ങനെ ബൾക്കായിട്ട് ഇങ്ങനെ കിട്ടും. പിന്നെ ഇതൊക്കെ എന്ന് പറയുന്നത് മാഡം കിഡ്സ് വെയറിലൊക്കെ 1, 2, 3 ഒക്കെ 1, 2 വയസ്സ് നമ്പറുകളാണ്. അത് ഒരു കളറല്ല, 3 കളർ വരും. 3 ഡിഫറൻസ് കളേഴ്സ് കളേഴ്സ് വരും. ഇതിപ്പോ 0, 1, 2 അങ്ങനെ വരും അളവ്. അപ്പൊ ഇതെന്ന് പറയുന്നത് നമുക്ക് കാണിക്കാം. റോംബറുമുണ്ട്. ഇതൊക്കെ എപ്പോഴും ട്രെൻഡാണല്ലോ, ഒരിക്കലും പോവാത്ത. ഇങ്ങനെയാണ് വരുന്നത് റോമർ ഒരു കളർ. ആ റോമർ 3 അളവിൽ ഒരു കളറാണ് വരുന്നത്. റോമർ അങ്ങനെ വരും, റോമർ അങ്ങനെ വരും ആ കളറേ. സൈസ് വരുന്നത് 0, 1, 2 സെയിം പാറ്റേൺ സെയിം കളറിൽ, സൈസ് മാത്രം ഡിഫറൻറ്റ് ആയിരിക്കും. ഇത് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ, അല്ലെങ്കിൽ ഇത് മിസ്സായി പോകും.
ചിലതിൽ ഇത് കണ്ട ഇത് അതപ്പോൾ ഒരു കളർ വരുന്നത്. ഇത് പക്ഷേ 3 കളർ, പല കമ്പനിയുടെ പല വെറൈറ്റിയാണ്. ഇതാണ്ടേ കണ്ട, ഇത് പല കളറാണ്, പല കളേഴ്സിൽ ആ നമ്പറിൽ തന്നെ അങ്ങനെ പല കമ്പനിയുടെ വരും, പല ഇത് വരും. ഇതാകുമ്പോൾ ഇങ്ങനെ വരും, ഡിഫറെൻ്റ് ആയിട്ട് വരും. ഒന്ന് അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് 3 എണ്ണത്തിൻ്റെ കളേഴ്സാണ് വരുന്നത് കേട്ടോ. അങ്ങനെ 3 എണ്ണത്തിൻ്റെ സെറ്റാണ് എടുക്കേണ്ടത്. 0 0 പല കളറായിട്ട് വരുന്നത് മാഡം. ഇത് 0 സൈസാണ്. ഇത് ലുധിയാനയാണ്. ഓക്കെ, ഇങ്ങനെ വരും. അതപ്പോൾ 3 എണ്ണത്തിൻ്റെ ഒരു സെറ്റ്. 3 എണ്ണത്തിൻ്റെ ഒരു അളവായിരിക്കും 0 ടൈപ്പ്. ആ 0 സൈസിൽ കടക്കാർക്ക് നല്ല സെലക്ഷൻ കിട്ടും. കാര്യം അവർക്ക് 3 കളർ കിട്ടും, 3 കളേഴ്സിൻ്റെ സൈസ് ഒന്നായിരിക്കും, പക്ഷേ കളർ ഡിഫറെൻ്റ് ആയിരിക്കും. അങ്ങനെ തന്നെ കിട്ടും. അതിൻ്റെ 0 ഇതൊക്കെ ഇപ്പോഴും പറഞ്ഞ സാമ്പിളാണിത്. ഇത് അങ്ങനെയുള്ളതല്ല. പിന്നെ ഇത് ഈ കമ്പനിയുടെ കിൻഡ് ഇത് നമുക്ക് ഭയങ്കരമായിട്ട് മൂവ് ചെയ്യുന്നതാണ്. വില തോതാണ്, പിന്നെ ഐറ്റവും നല്ലതാണ്. ഇത് വില ഒരുപാട് തോതുവാണ്, ഐറ്റവും നല്ലതാണ് കേട്ടോ. അത് ഡിഫറെൻറ്റ് കളേഴ്സ് ആവും ഇങ്ങനെ വെറൈറ്റികൾ അല്ലേ? അതായത് ഒരു കളറായിരിക്കും, ഒരു കളറിൽ വന്നിട്ട് 3 സൈസ് അങ്ങനെ. അപ്പോൾ പറഞ്ഞു പിടിച്ച് വരുമ്പോൾ ഒരു സൈസിൽ തന്നെ ഡിഫറെന്റ് കളേഴ്സ് ആയിരിക്കും, ഉള്ളതുകൊണ്ട് അല്ലാത്തതുകൊണ്ട്. പല കമ്പനിയുടെ നമ്മളിൽ ഒന്നും നല്ല നമ്മളെ കുറഞ്ഞത് ഈ കിഡ്സ് വെയർ ഒരുപാട് കമ്പനിയുടെ ഉണ്ട്. കാര്യം പല സ്ഥലമാണ്. ബോംബെ ഉണ്ട്, ലുധിയാനയുണ്ട്, കൽക്കട്ടയുണ്ട്. കിഡ്സിൻ്റെ ഏറ്റവും കൂടുതൽ വരുന്ന ഏറ്റവും നല്ല ഐറ്റങ്ങൾ വരുന്നത് ലുധിയാന, പിന്നെ കൽക്കട്ടയുണ്ട്, ബോംബെ ഉണ്ട്. അപ്പോൾ പല കമ്പനി പല രീതിയിലാണ് അവർ ചെയ്യുന്നത്. പെൺകുട്ടികളുടെ ആൺകുട്ടികളുടെ രണ്ടും ഇവിടെ തന്നെയാണോ വെച്ചിരിക്കുന്നത്? സാമ്പിളുകൾ ഇവിടെ തന്നെ. ഞാൻ പറഞ്ഞില്ലേ ആര്യൻ്റെ ഫ്രോക്ക് കാണിച്ചില്ലേ? ഇത് എത്ര വയസ്സ് വരെയുള്ള ഇത് കിട്ടും? എത്ര സൈസ് വരെയൊക്കെ ഉണ്ട്? നമ്മുടെ കയ്യിൽ 34 വരെ ഉണ്ട് ഇപ്പോൾ ഫ്രോക്കുകൾ. ഇവിടെ മിഡി ടോപ്പുകൾ ഉണ്ടല്ലോ മാഡം. മിഡി ഇപ്പോൾ പ്രശ്നമല്ല. നമ്മുടെ കയ്യിൽ വലിയ 15 വയസ്സ് 18 വയസ്സ് മിഡികളുണ്ട്. ഇതൊക്കെ പെമ്പിളാരുടെയാണ്. ഇത് പല കളറാണ് വരുന്നത്. കളേഴ്സ് ഡിഫറെന്റ് കളർ. ഇത് ഡിഫറൻസ്. ഇത് ചെറിയൊരു ഉടുപ്പ് കേട്ടോ, നല്ല ഭംഗിയുള്ള ഉടുപ്പ്. അതിന്റെ പല കളേഴ്സാണ് വരുന്നത്. അതിലിതാ യെല്ലോ വരുന്നുണ്ട്, പിന്നെ ബ്ലൂ വരുന്നുണ്ട്. അങ്ങനെ അത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ നേരിട്ട് വന്നാലേ അറിയാൻ പറ്റുള്ളൂ. എങ്ങനെയാ ഡീറ്റെയിൽ. അത് ഫസ്റ്റ് ടൈം വരുന്നവർക്ക് മാത്രം ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ ആ ബുദ്ധിമുട്ടൊക്കെ മാറും. ഞാൻ പറഞ്ഞില്ലേ ഓണത്തിന് നമ്മൾ ഇപ്പോഴേ തുടങ്ങിയെന്ന്. ഓണത്തിന് തുടങ്ങാൻ കാരണം ഇപ്പോഴേ നമ്മൾ ഓരോ പട്ടുപാവാട അടിച്ച് തുടങ്ങി. പിന്നെ ഇപ്പോൾ നമ്മൾ പ്രിൻസ് പട്ടുപാവാട ഏജൻസി എടുത്തിട്ടുണ്ട്. ഒരുപാട് ഐറ്റം പ്രിൻസിന് പട്ടുപാവാട. ഇത് നമ്മുടെ സ്റ്റിച്ചിങ് ആണ്. പക്ഷെ നമ്മുടെ സ്റ്റിച്ചിങ് എപ്പോഴും മാർക്കറ്റിൽ മാഡം ഒരു ആൾക്കാർക്കും ഈ വിലയ്ക്ക് കൊടുക്കാൻ സാധിക്കില്ല. കാരണം ഇത് നമ്മുടെ സ്വന്തം പ്രൊഡക്റ്റാണ്. കാരണം നമ്മൾ ആൾക്കാരെ ഇരുത്തി ചെയ്യിപ്പിക്കുന്നതിൻ്റെ വർക്കാണ് നമുക്ക് ഈ വില. ഇപ്പോഴും എനിക്ക് സത്യം പറഞ്ഞാൽ വില പറയണമെന്ന് എൻ്റെ മനസ്സിൽ ഞാൻ ഒരുപാട് ക്ഷമിക്കുന്നുണ്ട് വില പറയാതിരിക്കാൻ. കാരണം ഒത്തിരി പേര് കമൻറ്റ് ഇട്ട് ഒരു കാരണവശാലും വില പറയാം. പക്ഷേ ഒത്തിരി പേർക്ക് ഇഷ്ടമാണ്. കാര്യം ഈ 2 വിഭാഗങ്ങൾ ഈ വില കേട്ട ഒരുപാട് പേരോട് പറഞ്ഞിട്ടുണ്ട്. വില കേട്ടിട്ട് വില പറഞ്ഞതിനോട് ചില ആൾക്കാർക്ക് ഒരു ധർമ്മസങ്കടത്തിലായിപ്പോയി. അല്ല, ഇതില് ശരിക്കുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഞാൻ എന്ത് സംഭവിച്ചാലും ഇതിന്റെ വില അങ്ങ് പറയുമോ. കാര്യം എനിക്ക് പറഞ്ഞെങ്കിലും ഒക്കൂ. കാരണം ഇത് നമ്മുടെ പ്രൊഡക്റ്റാണ്. ഒരു കാരണവശാലും മാർക്കറ്റിൽ ഈ പ്രൊഡക്റ്റ് ചെയ്യാൻ ഒക്കൂല. മനസ്സിലായോ? ഞാൻ പ്രിൻസ് പട്ടുപാവാട വില പറയുന്നില്ല. പക്ഷേ പ്രിൻസ് പട്ടുപാവാട നമ്മൾ എടുത്തേക്ക് തരുന്നു. പക്ഷേ പ്രിൻസ് പട്ടുപാവാട കസ്റ്റമേഴ്സിൻ്റെ കയ്യിലുണ്ട്. അവർക്ക് വില അറിയാൻ സാധിക്കും. അതിൻ്റെ പേര് നമുക്ക് അതിൻ്റെ വില പറയണ്ടല്ലോ. ഇതിൻ്റെ വില നമുക്ക് പറയാം. ഇത് നമ്മുടെ ഓൺ പ്രൊഡക്ഷൻ ആയതുകൊണ്ട് കാര്യം ഇത് അറിഞ്ഞിരിക്കണം, ഈ കസ്റ്റമർ അറിഞ്ഞിരിക്കണം. അതിൻ്റെ പേരില ഇത് വില പറയുമെന്ന് തന്നെ ഞാൻ പറഞ്ഞു. കാര്യം ഇതിനകത്തുനിന്ന് എന്ത് കമൻറ്റ് കിട്ടിയാലും ഞാൻ 2 കൈ നീട്ടി സ്വീകരിച്ചോളാം. കാര്യം അത്രയ്ക്ക് വേദനയോടെ പറയുന്നത്. കാര്യം ഇത് നമുക്ക് പറഞ്ഞെങ്കിലേ നോക്കൂ. അപ്പോൾ എത്ര വില മാഡം? ഇത് 390 രൂപയുള്ളൂ. 390 രൂപ. സൈസ് അറിയാമോ? സൈസും പറയാം. ഇത് 24 to 26 സൈസിൽ 390 രൂപ. മനസ്സിലായോ? കാര്യം ഇത് ഞാൻ ഒരു കമ്പനിയും കുറ്റം പറയുന്നില്ല. ഇത് കറക്റ്റ് വരവാ വരുന്നതെങ്കിൽ ഇത് കുറഞ്ഞ 650 രൂപ കൊടുക്കേണ്ടി വരും. അതും ഫുൾ വർക്കാണ് കേട്ടോ ഫ്രണ്ടിൽ വരുന്നത്. മാഡം ഹാൻഡ് വർക്കുമാണ്. വെറുതെ തയ്ച്ചു വിടണതല്ല, വർക്കും കൂടി ആയിട്ടുള്ളതാണ്. അത് മാത്രമല്ല ലൈനിങ് ഉൾപ്പെടെയാണിത്. എല്ലാം അടക്കം ഫുള്ള് ലൈനിങ് ഉൾപ്പെടെയാണ്. ഞാൻ പറഞ്ഞ വേണ്ടത് അതുകൊണ്ടല്ലോ ഞാൻ മാഡത്തിന് പറയുന്നത്. കണ്ടോ, ലൈനിങ് ഉൾപ്പെടെയാണ്. ഒരു കാരണവശാലും ഈ കടക്കാർക്ക് ഈ വിലയ്ക്ക് കിട്ടാൻ പോകുന്നില്ലെന്ന്. ഇത് അതുകൊണ്ട് വില. കാര്യം ഇത് നമ്മുടെ പ്രൊഡക്റ്റാണ്. നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ വില നമുക്ക് പറഞ്ഞെങ്കിലും വെക്കൂ. എങ്കിലല്ലേ കസ്റ്റമർ അറിയൂ. കാര്യം അവരെ മൊത്തം മാർക്കറ്റിലെ റെഡിമെയ്ഡ് ബോംബെ കൽക്കട്ട സൂറിഞ്ഞ ഐറ്റങ്ങൾ എടുത്തുകൊണ്ടിരിക്കും. സ്വന്തമായിട്ട് പ്രൊഡക്റ്റുള്ള കുറച്ച് ആൾക്കാരേ ഉള്ളൂ ഇവിടെ സ്വന്തമായിട്ട് പ്രൊഡക്റ്റ്. ബാക്കിയെല്ലാം വന്ന് എടുത്തു വയ്ക്കും. പക്ഷേ സ്വന്തമായിട്ട് പ്രൊഡക്റ്റ് നമുക്ക് പറയാൻ അഭിമാനത്തോട് പറയാം. കാര്യം നമ്മൾ തുച്ഛമായിട്ട് വില ലാഭം ഇട്ടിട്ടാണ് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ എത്തിക്കുന്നത്. അപ്പോൾ അവർക്ക് അത് ഒരു ഇതില്ലെങ്കിൽ അവർക്ക് വിഷമം വരും. പക്ഷേ ഇന്ന് നമ്മളെ വില പറഞ്ഞതിൽ നമുക്ക് ഒത്തിരി ഗുണം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ദോഷം ഈ ഗുണം 90% ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ദോഷം 10% ഉണ്ട്. പക്ഷേ അത്
നമുക്ക് ഒത്തിരി വിഷമം ഉണ്ടാക്കുന്ന രീതിയിൽ കമൻറ്റ് വീഴുന്നുണ്ട്. പക്ഷേ അതും നമ്മൾ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ചില ഐറ്റം നമുക്ക് വില പറഞ്ഞെങ്കിലും വെക്കും. അപ്പോൾ 390 രൂപയ്ക്ക് നല്ല അടിപൊളി പാടം പറയാം. ഞാൻ മാടത്തിന് ഇന്ന് താഴെ തന്നെ പറഞ്ഞു, ഇന്ന് ആരും അറിയുന്നില്ല 4-5 മാസമായി നൈറ്റി തുണി 10 രൂപ മാർക്കറ്റിൽ കുറഞ്ഞു. പക്ഷേ ആ നൈറ്റ് ഞാൻ ഇന്നും വില പറയുന്നില്ല, ഇപ്പോഴും അതിന് വില പറയുന്നില്ല. കാരണം നമ്മളത് ഒരു ഇത് വേണ്ട. പക്ഷേ നമ്മളെ മുതലാളി എന്ന് പറഞ്ഞാൽ ആ വില കുറഞ്ഞ ആ പ്രൊഡക്റ്റ് അന്ന് വന്നപ്പോൾ തൊട്ട് തന്നെ സ്റ്റിച്ചിങ് യൂണിറ്റിലോട്ട് പോയിട്ട് തിരിച്ച് വന്നപ്പോൾ ആ 10 രൂപ നൈറ്റി കുറച്ചിട്ടുണ്ട്. അത് ഇവിടുന്ന് എടുക്കുന്നവർക്കറിയാം ഇപ്പോഴത്തെ വില എന്താണെന്ന്. കുറച്ചിട്ടുണ്ട്. മാർക്കറ്റിലെ വില കുറയുമ്പോൾ ആ വില നമ്മൾ കുറച്ചെങ്കിലും വെക്കും. കാരണം നമ്മൾ ലാഭമായിട്ടുണ്ട്, നമുക്കത് മതി. നമ്മളത് കൂട്ടി പറയാം. ഇന്നലെ തന്നെ സംഭവം ഉണ്ടായി മാഡം. ഇന്നലെ തന്നെ ഒരു കടക്കാരല്ല, അവർക്കൊരു 10-20 മുണ്ട് വേണം. അപ്പം ഞാൻ ആണ് എടുത്ത് ഞാൻ എന്ത് ചെയ്തു, നമ്മൾ ഹോൾസെയിലിനെ കാട്ടി ഒരു 10% കൂടുതലിട്ട് കൊടുക്കാൻ ശ്രമിച്ചു. കാര്യം അവർക്ക് ഭയങ്കര ലാഭമാണ് കിട്ടിയത്. പക്ഷേ അത് എൻ്റെ മുകളിൽ അവർ അടുത്തിട്ട് ഇപ്പോൾ ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ എന്താ അത് അപ്പോൾ ബാർകോഡ് ഉണ്ടല്ലോ, എന്തിനു ചെയ്തു? അല്ല കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാര്യം എനിക്കത് ഉൾക്കൊണ്ടെങ്കിലേ വെക്കുവേ. അങ്ങനെയുള്ള മനസ്സുള്ളവരാണ് ഇവർ. അതിൻ്റെ പേർക്കാണ് ഞാൻ ഇത്രയും തുറന്നും പറയുന്നത്. പിന്നെ നമുക്ക് പറയാൻ ഒരുപാടുണ്ട്. പക്ഷേ ഇവിടുന്ന് എത്ര കൂട്ടി പറഞ്ഞാലും താഴത്തെ ഒരു ബില്ലിംഗ് സെക്ഷൻ വരുമ്പോൾ അത് കൂട്ടി പറയത്തില്ല മാഡം. ഇതെന്ന് പറഞ്ഞാൽ ആ 20 മുണ്ട് കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇത് ഇന്നലെ അല്ല, ഞായറാഴ്ച ദിവസം, അന്ന് മൊത്തം ഹോൾസെയിൽ അടവാണ്. ഇവർ ഏത് കടയിൽ പോയി എടുത്താലും അത് 100-120 രൂപ കൂടത്തേ ഉള്ളൂ. ഇതെന്തോ ആവശ്യം നമ്മുടെ കടയ്ക്ക് വേണ്ടിയിട്ട് വന്നപ്പോൾ അവർ പറഞ്ഞു, മോനെ അത്യാവശ്യം ഒരു 20 ഞാൻ തരാം. കാരണം ഇവിടെ ബാർകോഡ് അടിക്കാൻ ആൾക്കാരെല്ലാം അവധിയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ആ ബാർകോഡ് പേപ്പറിൽ എഴുതി വെച്ചിട്ട് ഇവർ പൈസ മേടിച്ച് മേശയ്ക്ക് അത് ഇടാമെന്ന് വന്നപ്പോൾ മുകളിൽ കയറി വന്നു. എന്താണ് അത് കുഴപ്പമില്ല, ആ ബാർകോഡിൽ തന്നെ അപ്പോൾ പിന്നെ പുള്ളി വന്ന് ബില്ലടിച്ചാൽ പൈസ മേടിച്ചിട്ട്. ഇല്ലെങ്കിൽ അവർക്ക് എന്തോ 200 രൂപ അവർക്ക് നഷ്ടം വരും. പക്ഷെ അവർക്ക് നഷ്ടം വരുന്നില്ല. അവിടെ ഞാൻ GST കൊടുത്തില്ല. പക്ഷേ ഞാൻ ഇത്രയും പറയാൻ കാര്യം, നമ്മുടെ മുകളിൽ അതുപോലെ കെയർ ചെയ്യുന്നുണ്ടെന്നല്ല. എന്നാൽ പുള്ളിക്ക് ഉണ്ടായിരുന്ന പുള്ളി 10 പുള്ളി കിട്ടുന്നില്ലയോ? അതെ. പക്ഷേ അത് ചെയ്യത്തില്ല. ഇത് പ്രിൻസിന്റെ അല്ലേ? ഇത് പ്രിൻസിന്റെ. പക്ഷേ ഇതിന്റെ വിലയും കാണിക്കേണ്ട മാഡം. കാര്യം എന്താ അറിയാമോ, ഞാൻ പറഞ്ഞ കേൾക്കതേ, ഇതിന്റെ ഞാൻ പറഞ്ഞ വളരെ വേദനയോട് പറയാ, ഈ പ്രിൻസ് പട്ടുപാട മിക്കവാറും 100-90% കടകളിൽ എടുക്കുന്നതാണ്. അവർക്ക് ആ വില അറിയാം. ഇപ്പം ഞാൻ ഇതിന്റെ വില പറഞ്ഞു കഴിഞ്ഞു. ഇതിന്റെ വില പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതിന്റെ വില കാണിക്കുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന വേദന വേറെയാ. വില കാണിക്കണ്ട, പ്രൊഡക്റ്റ് കാണിച്ചൂടെ? പ്രൊഡക്റ്റ് കാണിക്കാം, അത്രേ ഉള്ളൂ. വില പറയണ്ട. വില ഇവിടെ വന്നിട്ട് നിങ്ങൾ ഇതിന്റെ വില പറഞ്ഞെങ്കിലും ഒക്കുമായിരുന്നു. അതിന്റെ പേര് ഞാൻ പറഞ്ഞു എന്ത് സംഭവിച്ചാലും വില വേണ്ട, ഞങ്ങൾക്ക് സാധനം ഐറ്റം കണ്ടാൽ മതി. ഐറ്റം എങ്ങനെയാന്ന് അറിഞ്ഞാലേ പിന്നെ വില. ഈ പ്രിൻസ് പട്ടുപാട വില എല്ലാ കടക്കാർക്കും അറിയാം. എന്നാലും നമ്മുടെ ഇവിടെ ഉണ്ടെന്നുള്ളതൊരു സൂചന കൊടുക്കണ്ടേ? ഇപ്പോൾ നമ്മളൊരു ബ്രാൻഡിനെ കുറ്റപ്പെടുത്തുന്നില്ല, അത് അവരുടെ ബ്രാൻഡ്. പക്ഷേ നമ്മുടെ എന്ന് പറഞ്ഞാൽ കണ്ടോ, രണ്ടും ഡിഫറെൻ്റ് ഐറ്റമാണ് കേട്ടോ. രണ്ടും ഡിഫറെൻ്റ് ഐറ്റമാണ്, ഡിഫറെൻ്റ് റേറ്റ് ആണ്. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. നമ്മുടെ അതെ, ഞാൻ ഈ മാഡം ഇപ്പം കാണിച്ചുകൊണ്ട് എനിക്കൊത്തിരി വിഷമം ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഈ നമ്മുടെ ഈ പ്രൊഡക്റ്റ് തുണിയും കൂടെ നോക്കണം. അറിയാം കണ്ട അതാ പറഞ്ഞ നേരിട്ട് വന്ന് നമ്മൾ പറഞ്ഞേക്കെ. ഞാൻ ഇപ്പോഴും ഈ കസ്റ്റമറിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പം എൻ്റെ ജീവിതത്തിൻ്റെ 10-3 ഈ ഇതുമായിട്ടുള്ള ഇഴകി ചേർന്നത്. പറയാൻ കാര്യം, അവർ വന്നത് കണ്ടാൽ അവർക്ക് ഐഡിയ കിട്ടും. പിന്നെ അവർ നമ്മളോട് വിളിച്ച് പറഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടും. അവർക്ക് കറക്റ്റ് സാധനം അവരുടെ കൈകളിലെത്തും. അവർക്കും പ്രശ്നം വരുന്നില്ല, നമുക്കും പ്രശ്നം വരുന്നില്ല. ഇപ്പം തന്നെ യൂട്യൂബ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കുട്ടികളാണ്. അല്ലല്ല, ഈ ഫ്ലോറിൽ ഇരിക്കുന്ന പിള്ളേരെല്ലാം ഇപ്പോൾ യൂട്യൂബ് മൊത്തം. കാര്യം ഇപ്പം നമ്പർ ഇപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഒരു നമ്പർ വരും. ഇവിടുത്തെ വാട്സപ്പ് ഗ്രൂപ്പ് നിന്ന് എനിക്ക് ഇപ്പോഴും ഒക്കത്തില്ല മാഡം. എന്നിട്ട് ഞാൻ ആവുന്ന ശ്രമിക്കുന്നുണ്ട്, അറ്റൻഡ് ചെയ്യുന്ന എല്ലാം ഉണ്ട്. പക്ഷേ ഇപ്പോൾ കടയിലെ കറക്റ്റ് നമ്മുടെ കടയിൽ വരുന്ന ടീമിന്, പുതിയ ടീമിനെ ഒരിക്കലും കാണിക്കത്തില്ല, സമയമില്ല. അതുകൊണ്ട് വരുന്ന ടീം എടുക്കുന്ന ഐറ്റങ്ങൾ കാണിക്കാനായിട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, നമ്പരും ഉണ്ട്. അപ്പോൾ മാഡം ഇതിൻ്റെ കൂട്ടത്തിൽ ആ നമ്പർ കൂടെ കൊടുക്കണം. ഗുണം ചെയ്യും. കാര്യം അവർക്ക് ആ നമ്പർ വിളിക്കുമ്പോൾ ഇവർ അത് കറക്റ്റ്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ 50,000 മേലെ കോൾസ് തന്നെ വന്നിട്ടുണ്ട്. ഒരു 3000 കസ്റ്റമേഴ്സിനെ തന്നെ കിട്ടിയിട്ടുണ്ട്. 50,000 അല്ല മാഡം, ഞാൻ പറഞ്ഞില്ലേ, അത്ഭുതകരമായിട്ട് നമ്മൾ പറയാൻ ഒരുപാട് ലക്ഷങ്ങൾ പോലും പർച്ചേസ്. പിന്നെ ഞാൻ പറയും ഈ പറഞ്ഞ 25,000 തൊട്ട് ആൾക്കാർ വരുന്നുണ്ട്. പുതിയ സംരംഭം തുടങ്ങാം. അത് എനിക്ക് തോന്നുന്നു മാഡത്തെ, അത് എന്നെക്കാട്ടി കൂടുതൽ ഈ ആവേശം കാണിച്ച മാഡത്തെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. കാര്യം എനിക്ക് അഭിനന്ദിക്കൽ വെക്കുക. കാര്യം ആ ഒരു ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് മാഡത്തിനെ പറ്റി പറയുന്നത് കേൾക്കൊക്കെ നമുക്കും സന്തോഷമുണ്ട്. പക്ഷെ നമ്മൾ ഒത്തിരി അത് തന്നെ
അത് കുറ്റമാണെന്നോ ഞാൻ പറഞ്ഞത്. മാഡം ഒരുപാട് സഹായങ്ങൾ പുതിയ സംരംഭം തുടങ്ങാനായിട്ട് ഈ കസ്റ്റമേഴ്സിന് കൊടുത്തു. അവരിവിടെ വരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് 25,000 തൊട്ട് പോയാൽ നമ്മൾ കൊടുക്കുന്നുണ്ട് അവർക്ക്. ഈ പറഞ്ഞ 10,000 തൊട്ട് കൊടുക്കുന്നുണ്ട്. ഇന്ന് തന്നെ ഒരു കസ്റ്റമറിനെ വിളിച്ചു, പക്ഷെ അവരുടെ കമൻറ്റ് വീഴുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതെ, ഞങ്ങൾക്കൊരു 5,000 രൂപയുടെ സാധനം വേണം. ഞങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോയിൽ കണ്ടുകൊണ്ട് പലത് ഇങ്ങനെ കിട്ടും. ഞാൻ പറഞ്ഞു, മാഡം ഒരു കാരണവശാലും നിങ്ങൾ എവിടെ നിന്നാണ് വിളിക്കുന്നത്? അത് ഞങ്ങൾ തിരുവനന്തപുരത്തു നിന്നാണ്. ഞാൻ പറഞ്ഞു, മാഡം ഈ 5,000 രൂപയൊക്കെ ആയിട്ട് നിങ്ങൾ ഇവിടെ വരണ്ട, ആ വണ്ടിക്കൂലി മതി നിങ്ങൾക്ക് അവിടെ നിന്ന് ഇവിടെ. കാര്യം റീറ്റെയിലാണ്, ഹോൾസെയിൽ അല്ല. ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയതാണ്. നിങ്ങൾ 5,000 രൂപയൊക്കെ ആയിട്ട് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം വരെ വന്ന് ഇത്ര രൂപ വണ്ടിക്കൂലിയോ അതിപ്പോൾ തിരുവനന്തപുരം കട ഉണ്ട്, അവിടെ നിന്ന് എടുക്കുന്നതാണ്. പക്ഷേ ഇവിടെ റീറ്റെയിൽ ഷോപ്പല്ല. അത് നിങ്ങൾ പറയുന്നുണ്ടല്ലോ 2-3 പീസ്. ഞാൻ പറഞ്ഞു, അത് പറയുന്നത് കച്ചവടക്കാർക്ക് വേണ്ടി. മാഡം ഒരു കാര്യം ശ്രദ്ധിച്ച് കേൾക്കണം. ആ വീഡിയോ ഏത് വീഡിയോ ആയാലും ഇപ്പം നമ്മുടെ എന്നല്ല, ഷെൽമി മാഡം ചെയ്യുന്ന ഏത് ഫുള്ള് നിങ്ങൾക്ക് കേൾക്കണം. കേട്ടിട്ട് നിങ്ങൾ കുറച്ച് കേട്ടിട്ട് നിങ്ങൾ പെട്ടെന്ന് ഫോൺ വിളിച്ചാൽ ഇത് നിങ്ങൾക്കും വിഷമം വരും, നമുക്കും വിഷമം വരും. ഓക്കെ, താങ്ക് യു എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ വെക്കുകയും ചെയ്തു. പക്ഷേ അവർക്ക് വേണമെങ്കിൽ അവിടെ ഒരു കമൻറ്റ് ഇടാം, വേണമെങ്കിൽ. അല്ല, റിവെഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ കുറേ കളക്ഷൻസ് എന്നേക്കാൾ കൂടുതൽ സംസാരമായി. അന്നേരം ഏകദേശം ഉണ്ട്. ഞാൻ പുതിയൊരു റിനോവേഷൻ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു. ന്യൂ ബോൺ ബേബീസിന് തൊട്ടിട്ടുള്ള ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടോ. ന്യൂ ബോൺ ബേബീസിനുള്ള എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടുന്നുണ്ട്. അത് വലിയവർക്കുള്ളത്, അതുപോലെ മോഡൽ ഐറ്റംസ്, മോഡേൺ ഐറ്റംസ് കുട്ടികൾക്കുള്ളത് കേട്ടോ. എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. അപ്പം ഇനി നമുക്ക് മുകളിലത്തെ ഫ്ലോറിലേക്ക് പോയി. കാരണം 2-3 റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇനി ബാക്കി മുകളിൽ പോയി റിപ്പീറ്റ് ചെയ്യാം. സെക്കൻഡ് ഫ്ലോറിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇപ്പത്തെ സൈഡും നിറയെ കളക്ഷൻസ് ഉണ്ട്. ഇപ്പത്തെ സൈഡ് മാറ്റിയിട്ടില്ല തോന്നുന്നുണ്ടല്ലേ? ഫുൾ ഇത് കോട്ടൺ ലൈനിങ്ങും കോട്ടൺ ക്രേപ്പും ആണ്. ഇതൊക്കെ ഫുൾ ലൈനിങ് മെറ്റീരിയൽസ്, അതും പ്ലെയിൻ കോട്ടന്റെ ലൈനിങ്ങും ക്രേപ്പും. ഓക്കെ, ലൈനിങ് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് കേട്ടോ. ഇത് റണ്ണിങ് മെറ്റീരിയൽസ് അല്ല. ലൈനിങ്ങിന്റെ ഒക്കെ നല്ലൊരു കളക്ഷനാണ് നമ്മുടെ കേട്ടോ. ഫുൾ കളേഴ്സുകൾ. ഇന്ന് എറണാകുളം മാർക്കറ്റിൽ ഇത്രയും കളക്ഷനുള്ള കടയിൽ ഇത്രയും കളേഴ്സുകൾ സെറ്റ് ചെയ്തേക്കുന്നു കേട്ടോ. അത് എത്ര മീറ്റർ, എത്ര 20 മീറ്ററിന്റെ 24 മീറ്ററിന്റെ ബിറ്റാണ്. ഇത് ഇപ്പൊ 24 ആയിരിക്കും. ആ 24 എടുക്കണം. അതറിയാം, കടക്കാർ അങ്ങനെ എടുക്കുമല്ലോ, കടക്കാർ അങ്ങനെ എടുക്കും. അത് പറയേണ്ട കാര്യം. പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ല, നമ്മുടെ റേറ്റ് എന്റെ വായിലും വരും, പക്ഷെ ഞാൻ പറയുന്നില്ല. ഇത് ഫുൾ ടർക്കികളാട്ടോ. ടർക്കികളുടെ കുട്ടികളുടെ ടർക്കി ഉണ്ട്, അതുപോലെ തന്നെ വലിയവർക്കുള്ള ടർക്കികളും വരുന്നുണ്ട്. വലിയവർക്കുള്ള ടർക്കികളാണ് ഈ കാണുന്ന ടർക്കികൾ. അത് ഫുൾ സെറ്റ് ആയിട്ട് എടുക്കണം. 6 പീസിന്റെ. അത് കൂടാണ്ട് ഇനി ഇപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ അതെ മാഡം, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ മാഡം, ഇതിൻ്റെ എല്ലാം നമ്മളവിടെ കാണിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഇതാണ് ഗോഡൗൺ ആയിട്ട് മാറിയേക്കുന്നത്. ഈ ഫുള്ള് ഫുള്ള് ഗോഡൗൺ ആയിട്ട്. ആദ്യം ഇവിടെ റണ്ണിങ് മെറ്റീരിയൽസ് ആയിരുന്നു. ആൾക്കാർക്ക് എല്ലാ ഫ്ലോറിലും ചാടി കയറി നടക്കണമായിരുന്നു. ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാനാണ് നമ്മൾ അതാണ്. അതെ, ഞാൻ പറഞ്ഞില്ലേ, ഇതാണ്ടേ താഴെ നമ്മൾ കാണിച്ചില്ലേ മാഡം നമ്മുടെ സ്റ്റിച്ചിങ് പട്ടുപാട. പക്ഷേ അതിന്റെ മൊത്തം കളേഴ്സ് ഇവിടെ ഗോഡൗണിലാക്കിയിട്ടുണ്ട്, ബൾക്കായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ പിന്നെ കസ്റ്റമേഴ്സിനെ കാണിക്കുക ഓരോന്ന്. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്നത് നമ്മൾക്ക് അവിടുന്ന് തന്നെ കളക്ട് ആക്കി ഇവിടുന്ന് ഇറക്കി വിടുക. ഇതിന്റെ എല്ലാം സാമ്പിൾ പീസ് താഴ്ത്തുണ്ട്. പിന്നെ ഇത് ഫുൾ ഗോഡൗൺ ആണ്. പട്ടുപാടയാലും ഗോഡൗൺ കണ്ടോ. ഇത് മൊത്തം ടോപ്പുകൾ റണ്ണിങ് മെറ്റീരിയൽ മാത്രം താഴെ വെച്ചില്ല. കാര്യം ഒത്തിരി അവിടെ വെക്കാൻ ഒക്കില്ല. അവിടുത്തെ സ്ഥലസൗകര്യം കാരണം റണ്ണിങ് മെറ്റീരിയൽ ഒത്തിരി നമ്മൾ വെക്കാനൊക്കെ. ഇത് ഫുൾ കോട്ടൻ്റെ, അജ്രക്കിൻ്റെ അങ്ങനത്തെ ഒക്കെ റണ്ണിങ് മെറ്റീരിയൽസ് നമുക്ക് ടോപ്പുകൾ തയ്ക്കാൻ പറ്റിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് ഹക്കോബിൽ അങ്ങനെ വർക്കുള്ളത്, നെറ്റിൽ വരുന്നുണ്ട്, ക്രേപ്പിൽ വരുന്നുണ്ട്, അങ്ങനെ വെറൈറ്റീസ്. ഇതൊക്കെ ഡിജിറ്റലിൽ വരുന്ന ഹക്കോബിൽ കളക്ഷൻസ്. നെറ്റ് പ്ലെയിൻ വേണമെങ്കിൽ പ്ലെയിൻ ഉണ്ട്, ഷിമ്മറി വേണമെങ്കിൽ ഷിമ്മറി ഉണ്ട്. അങ്ങനെ വർക്കുകളായിട്ടുള്ളത് ഒരുപാട് കളക്ഷൻസ്. ഇത് കൂടാണ്ട് നമുക്ക് ബ്രൊക്കേഡിൽ വരുന്നുണ്ട്. ബ്ലൗസ് ഒക്കെ തയ്ക്കാൻ പറ്റിയിട്ടുള്ള ബ്രൊക്കേഡിൻ്റെ കളേഴ്സുകൾ, അതിൽ സെൽഫ് ഡിസൈൻ എന്ന് വെച്ചാൽ വീവിങ് ആണ്. പിന്നെ ഇത് ഫുൾ ഓർഗൻസിൽ ഡിജിറ്റൽ പ്രിൻറ്റിൽ വരുന്ന വർക്കുകൾ. പിന്നെ ഇതൊക്കെ നെറ്റിൻ്റെ പ്ലെയിനിൽ വരുന്നത് വർക്കുകളതുണ്ട്. അങ്ങനെ കുറേ കളക്ഷൻസ് ആണ്. റണ്ണിങ്ങിൽ ഇത് പട്ടുപാവാടയോ ടോപ്പുകളോ എങ്ങനെ വേണമെങ്കിലും തയ്ക്കാൻ പറ്റും. ഞാൻ പറഞ്ഞില്ല, താഴെ നമ്മൾ ചുരിദാർ മെറ്റീരിയൽ വെച്ചല്ലോ, അതിന്റെ മുകളിലും ഭയങ്കര കളക്ഷനാണ് നമ്മുടെ കയ്യിലെ. കാര്യം ചുരിദാർ മെറ്റീരിയലാണ് ഇത് ഫുള്ള്. അപ്പുറത്തെ ഫ്ലോറും ആ സൈഡും ഈ സൈഡും മുകളിലും ഫുൾ ഗോഡൗൺ വരുന്നത് കേട്ടോ. സാരി തന്നെ ഞാൻ പറഞ്ഞില്ലേ, അവിടെ നമ്മൾ കാണിച്ചതാണ്. ആ സാരിയുടെയാണ് മൊത്തം ഇവിടെ ഇരിക്കുന്നത്. ഇത് ഫുള്ള് ആ റാക്ക് മൊത്തം. ഇവിടുന്ന് നമുക്ക് അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു കണ്ടോ, ഇത്രയും അധികം ബൾക്കായിട്ട് നിറയെ സാധനങ്ങളാണ്. സാരിയുടെയാണ് കണ്ടോ. ഇത് ഫുള്ള് എന്ന് വെച്ചാൽ അവിടുത്തെ സ്റ്റോക്കുകൾ മൊത്തമാണ് ഇരിക്കുന്നത്. മൊത്തം ഫുൾ സാരീസിന്റെ, അതുപോലെ തന്നെ ഇത് ലൈനിങ് മെറ്റീരിയൽസിന്റെ, പിന്നെ യൂണിഫോം സാരീസ് എന്ന് പറഞ്ഞില്ലേ, അതാണ് കേട്ടോ ഈ കണ്ടത്. ഇതാ
ബൾക്കായിട്ട് കളേഴ്സ് എത്ര വേണമെങ്കിലും എത്ര അങ്ങനെ എടുക്കാൻ പറ്റുന്നത്. യൂണിഫോമിൻ്റെ തന്നെ നല്ലൊരു കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ കളേഴ്സിൽ നോക്കുകയാണെങ്കിൽ. പിന്നെ ഇതൊക്കെ സാരിയാണോ? ഇതെന്താ സംഭവം? ഇതെല്ലാം ഇതാണ് മെറ്റീരിയൽസ്. ഇത് മൊത്തം മെറ്റീരിയൽ പലാസപ്പാൻ്റെ മിടി, ജോർജൻ്റെ മിടി, ആ മിടി ആ ഉപ്പിളാണ് ഇത് മൊത്തം. ഇതിൻ്റെ എല്ലാം സാമ്പിൾ താഴെയുണ്ട്, നമ്മൾ ആ കാണിച്ച ഫസ്റ്റ് ഫ്ലോറിലുണ്ട്. അവിടുന്ന് അവർക്ക് ഇഷ്ടപ്പെടുന്ന ഇവിടെ കൊണ്ടുവന്ന് കാണിക്കുക, എടുത്ത് വിടുവാണ്. പിന്നെ റണ്ണിങ് മെറ്റീരിയൽ എടുക്കാൻ വരുന്നത് അത് ഈ ഫ്ലോർ മൊത്തം കാണിച്ചിട്ട് അവർ റണ്ണിങ് മെറ്റീരിയൽ എടുപ്പിക്കും. റണ്ണിങ് മെറ്റീരിയൽ മാത്രമാണ് നമുക്ക് കയറണമെങ്കിൽ കയറാം. ഇത് ഇത്ര മാത്രമല്ല കേട്ടോ, അപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ അപ്പുറത്തെ സൈഡ് അത് തന്നെ, അത് തന്നെ ഒരു ഭയങ്കര ഒരു സെലക്ഷനാണ് ടോപ്പിൻ്റെ. ടോപ്പുകളുടെ മൊത്തം ഭയങ്കര, ഞാൻ പറഞ്ഞില്ലേ മാഡം, നമ്മൾ ഒരുപാട് മുൻകൂർ നല്ല കരുതലായിട്ടാണ് എല്ലാം വെച്ചേക്കുന്നത്. ഗ്യാപ്പ് നോക്കിയിരുന്നു കയറാം. ഇത് ഫുള്ള് ടോപ്പുകളാണ്. ജസ്റ്റ് ഇങ്ങനെ നോക്കാം നമുക്ക്. ഫുൾ ഇത് നമുക്ക് കുർത്തീസിൻ്റെ ടോപ്പുകളാണ് കേട്ടോ ഈ മൊത്തം കാണുന്നത്. ഇത് ഫുൾ കളക്ഷൻസ് ബൾക്കായിട്ട് സ്റ്റോക്കായിട്ട് ഇരിക്കുന്നതാണ്. കടക്കാർക്ക് മാത്രമേ കൊടുക്കുള്ളൂ. എല്ലാത്തിൻ്റെയും സാമ്പിൾസ് താഴ്ത്ത് വെച്ചിട്ടുണ്ട്. കടക്കാരെ, അയൽക്കൂട്ടം സംരംഭം തുടങ്ങുന്നവരെ, വീട്ടുകളിൽ കൊണ്ടുപോയി കച്ചവടം ചെയ്യുന്ന പെണ്ണുങ്ങളെ, അവർക്കെല്ലാം എന്നുവെച്ചാൽ കച്ചവടം നടത്താൻ ആവശ്യത്തിന് പറ്റില്ല. അത് നമ്മുടെ ഭഗവതി സിൽക്ക് കൃഷ്ണ അവിടെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഏറ്റവും കൂടുതൽ റീറ്റെയിൽ പ്രൈസ് ഇല്ല അവിടെ. എത്രയും നമ്മുടെ മകളെ ആൾക്കാരെ സഹായിക്കുന്നുണ്ട്, ആ രീതിയിൽ അതിനാണ് ഇത് വിട്ടത്. അതും പക്ഷേ നല്ലൊരു വിജയത്തിലേക്കാണ് ഇന്ന് പോയിട്ടുള്ളത്, വൻ വിജയത്തിലേക്കാണ് പോയിട്ടുള്ളത്. ഭഗവതി സിൽക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ ജനങ്ങൾ മൊത്തം ഒരു 190% ഭഗവതി സിൽക്ക് അറിയാം, തൃപ്പൂണിത്തുറ കൃഷ്ണയെ അറിയാം, റോഡ്വേ കൃഷ്ണയെ അറിയാം. പിന്നെ അപ്പുറത്തെ സൈഡും ഇത് ഫുൾ നമുക്ക് ഗോഡൌണിന്റെ വരുന്നത് കേട്ടോ. ഇപ്പുറത്തൊന്നും നോക്കുകയാണെങ്കിൽ നിറയെ ഇതാ, അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഫുൾ നിറയെ കളക്ഷൻസ് ആണ് ഇരിക്കുന്നത്. ഒക്കെ സ്റ്റോക്കും മാത്രമാണ് കേട്ടോ. ഇവിടെ നിന്നൊന്നുമില്ല, നമുക്ക് താഴ്ത്തുന്നതാണ്. നമുക്ക് സാമ്പിൾസ് ഒക്കെ നോക്കേണ്ടത്. ഇത് പിന്നെ ലൈനിങ് അത് മല്ലേ, ഇത് നമ്മുടെ ഇനിയിപ്പോ സ്കൂൾ ദിവസം വരുമല്ലേ, പാവാട ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് തയ്ക്കാനുള്ള, പിന്നെ അമ്മമാർക്ക് പാവാട, ഇതൊക്കെയുള്ള മല്ലേ, വെള്ളത്തുണി, കോട്ടൻ്റെ. ഓക്കെ, അപ്പോൾ ഇത് സ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫുൾ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല. അതിന്റെ സാമ്പിൾ താഴ്ത്താണ്. ഇനി ഒരു ഫ്ലോർ കൂടി കംപ്ലീറ്റ് ചെയ്യാണ്ട്. പിന്നെ കർട്ടനുകളും ഉണ്ട് കേട്ടോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കാണിച്ചിട്ട് ഇതൊക്കെ സ്റ്റോക്കുകൾ ഇരിക്കുന്നത്. ഈ കർട്ടൻ്റെ ഫുൾ സ്റ്റോക്സ് ആണ് ഈ മൊത്തം ഇരിക്കുന്നത്. അത് എങ്ങനെ സൈസസ് വരുന്നത്? ഇതിന്റെ കർട്ടൻ വിൻഡോ 100 വില പറയുന്നില്ല, സൈസ് പിന്നെ ഇത് 4 അടി 6 അടി 6 അടി എന്ന് പറഞ്ഞാൽ 6.5 വരും, 6.7 വരും കേട്ടോ. അങ്ങനെ വില പറയാൻ മനസ്സ് തുമ്പോ, പക്ഷെ ഞാൻ വില പറയില്ല. ഈ സൈഡ് ഇരിക്കുന്നത് മൊത്തം ഇപ്പോഴും പറഞ്ഞ മനസ്സിലായില്ല. അതിന്റെ ഫുള്ള് കഴിഞ്ഞ പ്രാവശ്യം മാഡം കാണിച്ചില്ലേ, പക്ഷെ അതിന്റെ 10 ഇരട്ടി സെലക്ഷൻ കൂടുതൽ കളക്ഷൻസ് വന്നിട്ടുണ്ട്. 10 ഇരട്ടി. ഇത് ഫുൾ കുട്ടികളുടെ കേട്ടോ, കുട്ടികളുടെ ആണ്. ഇത് കുട്ടികളുടെ അവിടുന്ന് മൊത്തം സാമ്പിൾ നമ്മൾ താഴെ കാണിക്കും, കാണിച്ചിട്ട് ഇവിടുന്ന് കളക്ട് ചെയ്യുവാണ്. ഇതൊക്കെ ഫുൾ അറ്റം വരെ കാണുന്നത് മൊത്തം സ്റ്റോക്സ് ആണ് ഇരിക്കുന്നത്. നമ്മൾ താഴത്ത് കളക്ഷൻസ് കാണിച്ചത് അത് തന്നെ, കുട്ടികളുടെ കളക്ഷൻസ് ഫുള്ള് കാണിച്ചോ. അപ്പോൾ സൈസസ് എങ്ങനെയാ, ഏതാ ഒക്കെ ചോദിച്ചറിയാം കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് നമ്മുടെ ഇപ്പോൾ കുട്ടികളുടെ എന്ന് പറയുന്നത് 40 സൈസ് വരെയാണ് വരുന്നത്. 16 തൊട്ട് 40 വരെ വരും സൈസുകൾ. ജെൻസിന്റെ ഇതൊക്കെ മേടിക്കണമെങ്കിൽ എങ്ങടെ വരണ്ടേ? ഇത് താഴെ എവിടെ? ഇത് സ്ഥലം പറഞ്ഞു. ഇത് സെക്കൻഡ് ഫ്ലോർ. ഇത് റോഡ് എറണാകുളം. അതിപ്പോ ഈ ആയിക്കഴിഞ്ഞല്ലോ, മനുഷ്യന്റെ മനസ്സിലായി കഴിഞ്ഞു. ഭഗവതിയിലേക്ക് നമ്മുടെയാണ്. ഭഗവതിന്റെ ഓപ്പോസിറ്റ് ആണ് ഭവാനി, ഭവാനിയുടെ ഓപ്പോസിറ്റ് ആണ് ഭഗവതി. പോസ്റ്റ് ഓഫീസ് ലിങ്ക് റോഡ്. മേനകയിൽ ഇറങ്ങിയിട്ട് ഒരു 500 മീറ്റർ ഇങ്ങോട്ട് വരാൻ ബസ്സിന് വരുന്നവർക്ക്. അല്ലാതെ വരുന്ന ആൾക്കാരെ നമുക്ക് വിളിക്കുന്നുണ്ട്, അവർക്ക് നമ്മൾ ലൊക്കേഷൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കറക്റ്റ് അവർ വരുന്നത്. പിന്നെ അത്യാവശ്യത്തിന് നമുക്ക് വലിയ പാർക്കിംഗ് ഇല്ലെങ്കിലും അത്യാവശ്യത്തിന് പാർക്കിംഗ് ഉണ്ട്. പക്ഷേ പാർക്കിങ്ങിന് ഇവിടെ വണ്ടിയായിട്ടാണ് വരുന്നതെങ്കിൽ ജസ്റ്റ് നമ്മളെ നമ്പറുണ്ട്, ഒന്ന് വിളിക്കണം. കാരണം അന്ന് നമ്മുടെ പാർക്കിംഗ് ആണെങ്കിൽ പിന്നെ നമ്മൾ അവരെ വിളിച്ച് വരുത്തി കഷ്ടപ്പെട്ട്, കാരണം ട്രാഫിക് ജാമിൻ്റെ പ്രശ്നമുണ്ട്. അവർ ട്രാഫിക് ഒരുങ്ങിട്ട് പിന്നെ ഓടി വന്ന് ഇവിടെ വന്നാൽ പാർക്കിംഗ് ഇല്ലെങ്കിൽ അവർക്കും വിഷമമാവും, നമുക്കും വിഷമമാവും. അപ്പോൾ വരുന്നതിന് മുമ്പ് വണ്ടിയെല്ലാം വരുന്നതെങ്കിൽ നിങ്ങളൊന്ന് വിളിച്ചാൽ നമുക്ക് അതിനുള്ള സൗകര്യം ഉണ്ട്. അന്നത്തെ നമ്മൾ പറയാം വണ്ടി കൊണ്ടുപോരാം. ഇല്ലെങ്കിൽ പിന്നെ തൊട്ടപ്പുറത്ത് പാർക്കിംഗ് നമുക്കുണ്ട്. നമ്മുടെ പാർക്കിംഗ് ജസ്റ്റ് വിളിച്ചിട്ട് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം 20 അകത്തുള്ള വണ്ടിയുടെ ഉള്ള ഇതേ ഉള്ളൂ. പിന്നെ വണ്ടി ഉള്ളിലേക്ക് കയറ്റിയാൽ തന്നെ വൺ വേ ഉണ്ട്, ഇതിനകത്തൊക്കെ വൺ വേ ഉണ്ട്. അപ്പം നമ്മൾ വരുന്ന കസ്റ്റമറോട് പറഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ബില്ല് നമ്പറുണ്ട്, വിളിച്ചാൽ നമുക്ക് അന്നേരം അവിടെ നോക്കിയിട്ട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അതെ. അപ്പോൾ ഒന്നുകൂടി ക്ലിയർ ആയിട്ടുള്ള ലൊക്കേഷൻ പറയുകയാണെങ്കിൽ കേരളത്തിൽ എറണാകുളത്ത് നിന്ന് ബസ് ത്രൂ വരണമെന്ന് വെച്ചാൽ മേനക ബസ് സ്റ്റോപ്പ് ഉണ്ട്, അവിടുന്ന് നടക്കാനായിട്ടാണ് വേറെ കാര്യം ചെയ്യുന്നുണ്ട് മാഡം. ഇപ്പം ഒരുപാട് കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അത് ചെയ്ത് ഒത്തിരി വിജയത്തിലായി. ഇപ്പോൾ ട്രെയിൻ
വരുന്നവർ അവരെനിക്ക് വിളിക്കാതെ കട എവിടെ ഞാൻ പറഞ്ഞു നിങ്ങൾ എവിടുന്നാണ് വിളിക്കുന്നത് ഇന്നത്തുനിന്ന് അല്ലെങ്കിൽ തൃശ്ശൂർ നിന്ന് ഇല്ലെങ്കിൽ കോട്ടയത്ത് നിന്ന് ഇല്ലെങ്കിൽ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്ത് നിങ്ങൾ എവിടെ വരുന്ന ട്രെയിനാണ് വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ സൗത്തിലിറങ്ങിയാലും നോർത്തിലിറങ്ങിയാലും ഒറ്റ ദൂരമാണ് കാരണം 2 കിലോമീറ്റർ 2 കിലോമീറ്റർ നടുക്കാണ് ഈ കട പിന്നെ നിങ്ങൾ വിളിക്കുമ്പോൾ ഓട്ടോ നിങ്ങൾ കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഓട്ടോ വിളിക്കുമ്പോൾ ഈ ഫോണെ നിങ്ങളുടെ ഫോണെ ഓട്ടോക്കാരൻ്റെ കൊടുക്കണം എനിക്ക് വിളിച്ചുകൊണ്ട് അപ്പം നമ്മൾ കറക്റ്റ് ലൊക്കേഷൻ ആ ഓട്ടോക്കാരാണ് ആ പുള്ളി കറക്റ്റ് അവിടെ കൊണ്ടുവിടും കറക്കത്തുമില്ല ആ റേറ്റ് പോലും അവിടെ വരുന്ന റേറ്റ് പോലും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇല്ലെങ്കിൽ കറക്കും പക്ഷെ അത് ആൾക്കാർക്ക് ഒരുപാട് ഗുണം ഉണ്ടായിട്ടുണ്ട് കാരണം അവരെ എങ്ങും കറക്കാതെ കറക്റ്റ് ലൊക്കേഷൻ വിടുന്നുണ്ട് ഓട്ടോക്കാർ മൊത്തം കറക്കുന്നവരല്ല പക്ഷേ ചില ആൾക്കാർ ചിലപ്പോൾ വഴി അവർ പോലും ചിലപ്പോൾ വഴിയേറിയിട്ട് കറക്കും പക്ഷെ അത് വേണ്ട അപ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ നോക്കും ഭഗവതി സിൽക്ക് ഭവാനി എൻ്റെ മെനയാട് അപ്പോൾ അവർക്ക് അറിയാം ഇപ്പം യഥാർത്ഥ 100-90% വരുന്ന ഓട്ടോക്കാർക്കും ഈ കടകൾ അറിയാം പിന്നെ സമയം എത്ര മണി തൊട്ട് നമ്മുടെ ഹോൾസെയിൽ എന്ന് പറഞ്ഞാൽ രാവിലെ 9 തൊട്ട് 7:30 വരെ ടൈമാണ് പക്ഷേ താമസിച്ചു കൊടുക്കാൻ വരുന്നവർ നമ്മൾ ഒരു 7 മണി മുമ്പ് ഇറക്കി വിടത്തില്ല 7:30 വരെ നമ്മുടെ ടൈമുണ്ട് ഹോൾസെയിലിന്റെ പേരാണ് ഭവാനി എന്ന് പറയുന്നത് ഇവർക്ക് റീറ്റെയിലും ഉണ്ട് റീറ്റെയിൽ എന്ന് പറയുന്നത് തൊട്ട് ഓപ്പോസിറ്റ് ഉള്ള കടയാണ് കടയുടെ പേര് പറയുന്നത് ഭഗവതി റീറ്റെയിൽ ഭഗവതി കൃഷ്ണ സെയിം തൊട്ടപ്പുറത്ത് ഇപ്പുറത്തായിട്ട് കേട്ടോ അപ്പൊ ഇവിടെ വരാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ റീറ്റെയിൽ ആണെങ്കിൽ റീറ്റെയിൽ അപ്പുറത്തേക്ക് പോവാം ഹോൾസെയിൽ ആണെങ്കിൽ ഇങ്ങോട്ട് വരാം ഇവിടെ ആകുമ്പോൾ കച്ചവടക്കാർക്ക് മാത്രമേ ഉള്ളൂ ഇനി റീറ്റെയിൽ ആണെന്ന് പറഞ്ഞിട്ട് പ്രൈസ് കൂടുതൽ ഇട്ടിട്ടില്ല കേട്ടോ ഒരു ചെറിയൊരു മാർജിൻ മാത്രം ഇട്ടിട്ട് സെയിം ആ ഒരു നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് നമുക്ക് റീറ്റെയിൽ റീറ്റെയിൽ എടുക്കാൻ പറ്റുന്ന ഗുണമുണ്ട് അവർക്ക് കറക്റ്റ് സൈസ് എടുക്കുകയും ചെയ്യാം അതാ തൊട്ടപ്പുറത്ത് അതും ഒരു 3-4 ഇത് തന്നെ ഇപ്പോൾ ഇത് കണ്ട മറന്നാണ്ട് ഇത് സൈസ് 22-30 സൈസ് കച്ചവടക്കാർക്ക് 22-30 കിട്ടും അതിൽ നിന്ന് വേറെ കിട്ടത്തില്ല ഹോൾസെയിലായിട്ട് പക്ഷേ ഈ ഒരു കുട്ടിക്ക് നമുക്ക് ഒരു 28 സൈസ് മതിയെങ്കിൽ അവിടെ നിന്ന് എടുക്കാം 10 ചെറിയ മാർജിനെ കൂടും അത്ര വ്യത്യാസം വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഹോൾ ഷോപ്പാണ് ഒരു ഫാമിലി ഷോപ്പാണ് നമുക്ക് കുട്ടികളുടെ ബോൺ ബേബീസ് തൊട്ട് അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയത് ടർക്കി ടവൽസ് നാപ്കിൻസ് അങ്ങനത്തെ എല്ലാ ഐറ്റംസ് തൊട്ട് വലിയൊരു ജെൻസിന്റെ ഐറ്റംസ് ഉണ്ട് കേട്ടോ ജെൻസിന്റെ ടീഷർട്ട് ഫുള്ളുണ്ട് അങ്ങോട്ട് ഞാൻ പറഞ്ഞത് ഇത് മൊത്തം കിഡ്സ് വെയർ ആണ് ഇത് ഫുള്ള് കിഡ്സ് വെയറാ ഈ ഫ്ലോർ മൊത്തം ജെൻസിന്റെ ഐറ്റംസ് ഒക്കെ താഴത്താണോ ഇരിക്കുന്നുണ്ടായിരുന്നത് ജെൻസിന്റെ താഴത്തുണ്ട് ജീൻസ് അല്ല അപ്പുറത്തുണ്ട് ഞാൻ കാണിക്കാം ടീഷർട്ട് ഇത് കാണിക്കാം ഇത് മൊത്തം കിഡ്സ് വെയർ ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്തതിനെക്കാട്ട് കൂടുതൽ ഒത്തിരി മടങ്ങ് നമ്മൾ സെലക്ഷൻ ആയി കഴിഞ്ഞു അന്ന് മാഡം വന്നപ്പോൾ ഈ റാക്കൊന്നും ഇല്ലായിരുന്നു ഇതിപ്പോ മൊത്തം നമ്മൾ ഇവിടെ ഇപ്പോഴും സെറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഫുള്ള് നമ്മളിപ്പോഴേ ഓണത്തിന് ഇപ്പോഴേ തയ്യാറെടുത്ത് കഴിഞ്ഞു ഓക്കെ അപ്പൊ ഞാൻ ജെൻസിനെ കൂടി കണ്ടിട്ട് നമുക്ക് അവസാനിപ്പിക്കാം കാരണം കളക്ഷൻസിന് ഒരു കുറവില്ല വീഡിയോ ആവണതുകൊണ്ടാണ് ഇത് ഫുൾ കുട്ടികളുടെ അല്ലേ 3 കളക്ഷൻസ് ബോക്സ് ടു ബോക്സ് അങ്ങനെ എടുക്കണം ബ്രാൻഡഡും ഉണ്ട് അതറിയാം ഈ പേരുകൾ കാണുമ്പോഴേ ബിസിനസ്സുകാർക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ഫുൾ കളക്ഷൻസ് ഇതൊക്കെ കുട്ടികളുടെ ആണ് കേട്ടോ വരുന്നത് ഇനി നമുക്ക് ജെൻസിന്റെ കുറച്ച് ഷർട്ടുകൾ ടീഷർട്ടുകൾ ജീൻസ് താഴത്തെ പിന്നെ ഈ ജെൻസിന്റെ ടീഷർട്ടുകളാണ് ഇത് മൊത്തം ഈ കാണുന്നത് അല്ലേ ഓക്കെ ജെൻസിന്റെ മൊത്തം ഇതാണ്ടേ ജീൻസ് ഇത് ജീൻസുകൾ ഇത് ഫുള്ള് ഇതാണ് കണ്ടോ മേഡം ഞാൻ പറഞ്ഞില്ലേ ജീൻസുകൾ ഷർട്ടുകൾ ജെൻസിന്റെ ഞാൻ പറഞ്ഞില്ലേ ജെൻസിന്റെ ഒക്കെ ജീൻസ് നമ്മൾ പൊട്ടിച്ചു വെച്ചേക്കാണ് ഇത് സോക്സുകള് അതുപോലെ തന്നെ പിന്നെ ജീൻസ് ടീഷർട്ടുകളാണ് മൊത്തം ഇതൊക്കെ ലുധിയാന ഐറ്റമാണ് കണ്ട ഇത് ഒരു സൈസ് 3 സൈസ് ആയിരിക്കും ലാർജ് എക്സൽ ഡബിൾ എക്സൽ അങ്ങനെ 3 സൈസ് ഇങ്ങനെ വരും ഒരു കളർ 3 അത് സൈസ് കോളറുള്ളതുണ്ട് കോളർ ഇല്ലാത്ത എങ്ങനെ നോക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെ കിട്ടുന്നതായിരിക്കും ഒരു കളക്ഷൻസ് ഇതാ പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ല മാഡത്തിനോട് ഇതാണ് ജീൻസ് നമ്മൾ പൊട്ടിച്ച് വെച്ചേക്കുന്നത് ഇപ്പോൾ ഒരു കടയിൽ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ് ഒരു കട 30 ഇരിപ്പുണ്ട് അവർക്ക് 28 മതി 28 മാത്രം ഇതിൽ നിന്ന് എടുക്കാം ജെൻസിൻ്റെ എപ്പോഴും ശ്രദ്ധിച്ച് കേൾക്കണം കാര്യം ലേഡീസിൻ്റെ കിട്ടത്തില്ല ലേഡീസിൻ്റെ സെറ്റായിട്ടേ കിട്ടും ഇത് കിട്ടും നിങ്ങൾക്ക് ഇത് മാത്രം അതുപോലെ ഷർട്ട് ആ 3 ഇരിക്കുന്ന കവർ ആ 3 കിട്ടും അല്ല ബോക്സ് ഐറ്റം ഷർട്ടില്ലേ ആ ബോക്സിന് താഴെ ഭയങ്കര സെലക്ഷൻ നമ്മൾ കണ്ടിട്ട് കാണിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് എടുക്കാം പക്ഷെ അത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഓടിക്കൊണ്ടിരിക്കുന്നത് ഈ റയോണിൻ്റെ ഈ ഷർട്ടാണ് ഇടാൻ നല്ല സുഖമാണ് മാർക്കറ്റിൽ അറിയാം ആൾക്ക് പിന്നെ ഇതിൻ്റെ വില ഞാൻ പറയുന്നില്ല എങ്കിലും ഞാൻ പറയാം വില പറയത്തില്ല പക്ഷേ ഇത് ഇവിടുത്തെ പ്രൈസ് 200 താഴെയുള്ളൂ 200 താഴെ ഒരു എന്തായാലും കൊടുത്തിട്ടുണ്ട് ഞാൻ പൊട്ടിച്ച് കാണിക്കാം പൊട്ടിച്ച ഒരു റയോണിന്റെ കോട്ടൺ ഉണ്ട് അങ്ങനെ പിന്നെ അതുപോലെ തന്നെ ട്രെൻഡ് പിള്ളേർ സെറ്റിന് ഇപ്പോൾ മോഡലായത് ഏജ് ആയിട്ടുള്ള ആൾക്കാർക്കുള്ള ഷർട്ട്സും അവൈലബിൾ ആണ് കേട്ടോ ഈ കോഡ് കണ്ടു കഴിഞ്ഞാൽ ഏകദേശം റേറ്റ് നമുക്ക് കിട്ടും ഇനി ജീൻസൊക്കെ വീണു
ഒരു ഷർട്ട് സാമ്പിളിന്. ഇനി സൈസസ് എങ്ങനെ വരാ? ഇത് റയോൺ ആണ്. ഇത് നമ്മുടെ ഇവിടുത്തെ വില 200 താഴെ ഉള്ളൂ. ഞാൻ റേറ്റ് എന്താന്ന് പറയത്തില്ല, താഴെ ഉള്ളൂ. ഇത് സൈസസ് ഒക്കെ എങ്ങനെ വരാ? ഇത് ലാർജ് ഇത് ഡബിൾ എക്സൽ ഒരു ഒറ്റ വില, അല്ല എക്സലിന് വേറെ വില, ലാർജിന് വില, ഡബിൾ എക്സൽ വില, അങ്ങനെ ഇല്ല. ഇതില് ലാസ്റ്റ് സൈസ് എത്ര വരെ വരും? ഇത് ഡബിൾ എക്സൽ വരെ വരുന്നു. ഡബിൾ എക്സൽ വരെ എം തൊട്ടെ എം എ എൽ എക്സൽ ഡബിൾ എക്സൽ അതിന്റെ കളേഴ്സുകളാണ് ഇത് മൊത്തം. അത് ഒരു പാക്കറ്റ് 3 കളറായിരിക്കും, 3 പീസാ. അത് ഒരു സൈസ് ആയിരിക്കും, പക്ഷെ 3 കളറായിരിക്കും. അങ്ങനെ കിട്ടും. അപ്പോൾ എടുക്കണവർക്കും കുഴപ്പമില്ല, 3 ഡിഫറെന്റ് സെലക്ഷൻ കിട്ടും. പിന്നെ അതുപോലെ ഫോർമൽ ഉണ്ട്, കാഷ്വൽ ഉണ്ട്, അങ്ങനെ എല്ലാ ഐറ്റംസ് ജെന്റ്സിന്റെ ഒരു സെക്ഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇനിയും കുറെ കാണിക്കാനുണ്ട്, പക്ഷെ വീഡിയോ ഓൾറെഡി ഇഷ്ടംപോലെ ലെങ്തി ആയിട്ടുണ്ട്. പിന്നെ കൃഷ്ണേട്ടനാണെങ്കിൽ ഒരു ദിവസം കിട്ടിയാലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അല്ലേ കൃഷ്ണേട്ടാ? ഇല്ല, അത് ഞാൻ പറഞ്ഞില്ലേ മാഡം, നമുക്ക് നമ്മുടെ, പക്ഷേ എനിക്ക് തോന്നുന്നു എൻ്റെ വിഷമം ഇതുവരെ തീർന്നില്ല. അല്ല, അത് നമുക്ക് പ്രശ്നമല്ലേ മാഡം. നമുക്കൊരു 90% സന്തോഷം കിട്ടുമ്പോൾ അതിനകത്ത് 10% വിഷം കിട്ടി നമുക്കത് സോൾവ് ചെയ്യാവുന്ന കാര്യമുള്ളൂ. ജീവിതത്തിൽ എല്ലാവരും ദൈവം ആർക്കെങ്കിലുമൊക്കെ ചെറിയ വില കിട്ടുള്ളൂ. മൊത്തം ഒരു മനുഷ്യനെ, ലോകത്ത് ഒരു മനുഷ്യനെയും ആക്കത്തില്ല. എന്തെങ്കിലും ചെറുതില്ലെങ്കിൽ അവൻ അഹങ്കരിച്ചു, അത്രേ ഉള്ളൂ. ആ അഹങ്കാരം ചിലപ്പോൾ എനിക്കുണ്ടോ എന്ന് സംശയമുണ്ട്. അപ്പൊ ഈ വീഡിയോ ഇവിടെ നിർത്താറായിട്ടുണ്ട്. എല്ലാവർക്കും അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ. അതെ, ഭവാനി ടെക്സ്റ്റൈൽസ് എറണാകുളം.